എന്തായാലും എല്ലാവർക്കും നല്ലൊരു സുപ്രഭാതം നേരുകയാണ്. നമുക്ക് ആദ്യം തന്നെ ഇന്ന് എല്ലാവരും സുഖാണോ എന്നൊക്കെ ചോദിച്ചു. നമുക്ക് ഈ ബയോട്ടോറിയക്കാർക്ക് എല്ലാവർക്കും സുഖം തന്നെയാണ്. കാരണം ആ സുഖം നമുക്ക് തന്നിരിക്കുന്ന സാഗർ ജോഷി സാറിനെയും എല്ലാം ഒന്ന് മനസ്സിൽ ഓർത്തിട്ട് നമുക്കൊരു നിമിഷം പ്രവർത്തിക്കും. ഈ മാസത്തിലെ പുലരി തന്നെയാണ്. നമുക്ക് ഓണം കഴിഞ്ഞിട്ടൊന്നുമില്ല, ഓണം ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ്. കാരണം തൃശ്ശൂർ ഭാഗത്തേക്കൊക്കെ പോയാല് കന്നിമാസത്തിലെ ഓണം വരെ ഉണ്ട്, അതുകൂടി ആഘോഷിച്ചിട്ടേ ഓണം അവസാനിക്കുന്നുള്ളൂ. അപ്പൊ ഇപ്പോഴും നമ്മൾ ഓണത്തിന്റെ ഒരു ഇതിൽ തന്നെ പോയിക്കൊണ്ടിരിക്കണയാണ്. എന്തായാലും ഒരവസരത്തില് എന്നെ MC ആയിട്ട് ക്ഷണിച്ച ലീഡേഴ്സിന് ഞാൻ പ്രത്യേകം നന്ദി പറയാണ്. കൂടാതെ ഇന്നിവിടെ കയറിയിരിക്കുന്ന സൂമില് അറ്റൻഡ് ചെയ്യാൻ കയറിയിരിക്കുന്ന ലീഡേഴ്സിനെ എല്ലാവരെയും ഞാൻ ഈ മീറ്റിംഗിലേക്ക് സ്വാഗതം ചെയ്യാണ്. ഞാൻ എന്നെ ഒന്ന് പരിചയപ്പെടുത്താം. എന്റെ പേര് സരിത. ഞാൻ കാക്കനാട് പടമ്പുൾ എന്ന സ്ഥലത്താണ് താമസിക്കുന്നത്. ഞാൻ ഏകദേശം 3 വർഷത്തോളമായിട്ട് ഈ പ്രോഡക്റ്റ് ഉപയോഗിക്കുന്നുണ്ട്. 2 വർഷത്തോളമായിട്ട് ആക്റ്റീവായിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കളമശ്ശേരി IBG ഗ്രൂപ്പിലാണ് ഞാൻ വർക്ക് ചെയ്യുന്നത്. എന്തായാലും സന്തോഷമായിട്ട് ഞങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളെല്ലാവരും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഈ വേളയിൽ നമുക്ക് ഇന്നത്തെ ക്ലാസ് എടുക്കാനായിട്ട് ഇന്നത്തെ വിഷയം തന്നെ ബിസിനസ്സിലെ സോഷ്യൽ ഓഡിറ്റിങ് എന്ന് തന്നെയാണ്. നമുക്ക് ആ വിഷയത്തെ കുറിച്ച് കൂടുതലായിട്ട് നമ്മൾക്ക് ക്ലാസ് ഇതുവരെ കിട്ടിയിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു വിഷയം നമ്മുടെ സൂമിലേക്ക് കൊണ്ടുവരുന്നതെന്ന് തോന്നുന്നു. അതിനെന്തായാലും ആപ്റ്റായിട്ടുള്ള ഒരു ലീഡർ തന്നെയാണ് നമുക്ക് ഇന്ന് ക്ലാസ് എടുക്കാനായിട്ട് വരുന്നത്. അദ്ദേഹത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ അദ്ദേഹം രാഷ്ട്രീയത്തിലൊക്കെ നല്ല ആക്റ്റീവായിട്ട് നിൽക്കുന്ന ഒരു വ്യക്തിയാണ്. കൂടാതെ ബ്ലോക്ക് പഞ്ചായത്തിലെ ആരോഗ്യ സ്റ്റാൻഡിംഗ് ചെയർമാൻ കൂടിയാണ് അദ്ദേഹം. അപ്പൊ പല പല മേഖലകളിലും അദ്ദേഹത്തിന്റെ കയ്യൊപ്പ് പതിപ്പിച്ചിട്ടുണ്ട്. നമ്മുടെ ബയോട്ടോറിയത്തിനും അദ്ദേഹം കയ്യൊപ്പ് പതിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു വ്യക്തി കൂടിയാണ്. എന്തായാലും ഞാൻ കൂടുതൽ സമയം കളയുന്നില്ല. നമുക്ക് അതിനെ കുറിച്ച് കൂടുതൽ അറിയാനായിട്ടുള്ള ഒരു ആകാംക്ഷ കാരണം ഈ ഒരു ഇന്നത്തെ ഒരു വിഷയത്തെ കുറിച്ച് അധികം ഞാൻ കേട്ടിട്ടില്ല. അതുകൊണ്ട് തന്നെ എനിക്ക് ഭയങ്കര ആകാംക്ഷയുണ്ട്. എന്താണ് അതിനെ കുറിച്ച് സാറ് പറയാൻ പോകുന്നത് പോലെ എല്ലാവർക്കും ഉണ്ടാവുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതുകൊണ്ട് തന്നെ എല്ലാവരും മൈക്കൊക്കെ മ്യൂട്ടാക്കി വീഡിയോ ഓൺ ആക്കിയിരിക്കുന്നവര് വീഡിയോയിൽ തന്നെ ശ്രദ്ധിക്കുക. അല്ലാത്തവര് വീഡിയോ മാക്സിമം ഓഫ് ആക്കിയിട്ട് ശ്രദ്ധിച്ച് നിൽക്കുക എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. അതെന്തായാലും നമുക്ക് സാറിനെ എല്ലാവർക്കും പരിചയമുള്ള സാറ് ഞാൻ കൊച്ചിൻ സ്വദേശിയാണ്. അപ്പൊ സാറിനെ ഞാൻ എന്തായാലും സ്വാഗതം ചെയ്യാണ്. കൊച്ചി സ്വദേശിയായ സെൽവരാജ് സാറാണ് ഇന്നത്തെ ക്ലാസ് എടുക്കുന്നത്. സാർ, സെൽവരാജ് സാർ. താങ്ക് യു. എന്നെ നമ്മുടെ സരിത മാഡം പരിചയപ്പെടുത്തി കഴിഞ്ഞു. എന്റെ പേര് സെൽവരാജ്, വീട് കൊച്ചി, കണ്ണമാലിയാണ് സ്വദേശം. എന്റെ ബയോട്ടോറിയം കുടുംബാംഗങ്ങൾക്ക് എന്റെ സ്നേഹം നിറഞ്ഞ നമസ്കാരം ആദ്യം ഞാൻ പറഞ്ഞുകൊള്ളട്ടെ. ഇത് പറയുന്നതിന് മുമ്പ് ഒരു കാര്യം, നിങ്ങൾ പലരും ചിന്തിക്കുമായിരിക്കും, ഇദ്ദേഹം കുറെ വാചകമടിയൊക്കെ ഉണ്ട്, പക്ഷെ പ്രവർത്തനത്തില് അല്ലെങ്കിൽ ബിസിനസ്സില് അതിന്റെ പുരോഗതി കാണുന്നില്ലല്ലോ എന്നുള്ള ചിന്തിക്കുന്ന പലരും ഉണ്ടാകാം. നിങ്ങൾ ചിന്തിക്കുന്നതിൽ ഒരു ഭാഗം ശരിയാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനൊരു കൗൺസിലർ എന്ന നിലക്ക് എന്റെ സമയത്തെ നിയന്ത്രിക്കുന്നത് ഞാനല്ല എന്നുള്ളതാണ്. ഇപ്പൊ ഞാനൊരു അപ്പോയിന്റ്മെന്റ് എടുത്താൽ, ഒരു കോണ്ടാക്ട് എടുത്താൽ, എനിക്ക് ഒരു കസ്റ്റമറെ നേരിട്ട് ചെന്ന് കണ്ട് കൺവീൻസ് ചെയ്യാൻ പറ്റിയ സമയം അല്ലെ സ്വാതന്ത്ര്യം ചിലപ്പോൾ എനിക്ക് കിട്ടാറില്ല. അതുകൊണ്ട് തന്നെ ഞാൻ കോണ്ടാക്റ്റുകൾ എടുക്കും, പക്ഷെ ഒരിക്കലും അവരെ നേരിട്ട് കാണാൻ ശ്രമം നടത്താറില്ല. അത് മുഴുവൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്റെ ഭാര്യയാണ്. ഭാര്യ അവളൊരു ഇൻബോൺ ക്യാരക്ടർ എന്ന പോലെ പ്രവർത്തിക്കുന്ന ആളാണ് ഈ ബിസിനസ്. അവൾക്ക് സ്വന്തമായിട്ട് വേറൊരു തൊഴിലുണ്ട്. അത് രാവിലെയും ഉച്ചക്കും എന്നുള്ള രീതിയിൽ ഷിഫ്റ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നതാണ്. അതുകൊണ്ട് അവർക്ക് സമയം കിട്ടാറുണ്ട്. നന്നായിട്ടൊരു അഡിക്ഷൻ എനിക്ക് എന്റെ ഭാര്യ ആയതുകൊണ്ട് പറഞ്ഞല്ല, ഇങ്ങനെ ഒരു ബിസിനസ് ചെയ്യാൻ ഒരു അഡിക്റ്റ് ആയിട്ട് നിൽക്കുന്ന ഒരു വ്യക്തിയെ പോലെയാണ്. എനിക്ക് പോലും മനസ്സിലായിട്ടില്ല ചിലപ്പോൾ, അത് ബ്ലഡിലെ വ്യത്യാസമായിരിക്കാം, എന്നും ആയിക്കോട്ടെ. അപ്പൊ എന്റെ കോണ്ടാക്റ്റുകൾ എന്ന് പറഞ്ഞാൽ അവളെടുത്തിരിക്കുന്ന കോണ്ടാക്റ്റുകളിൽ ഭൂരിഭാഗവും എനിക്ക് കൊടുക്കാൻ പറ്റിയിട്ടുള്ളതാണ്. ഞാൻ ചിലവരെ വിളിച്ച് കൺവിൻസ് ചെയ്ത് കൊടുത്തിട്ട്
ഒരു ലീഡറുമായിട്ട് സജിത്ര എന്നാണ് കേട്ടോ എന്റെ വൈഫിന്റെ പേര്, സജിത്ര സെൽവരാജ്. സോറി, അത് നേരത്തെ പറയേണ്ടായിരുന്നു. ശരിക്കും സജിത്ര സെൽവരാജിന്റെ ഒരു അസോസിയേറ്റ് മാത്രമാണ് ഞാൻ. എന്റെ മകനും അതിനകത്ത് അസോസിയേറ്റ് ആണ്. ഇപ്പൊ നിലവിൽ 2-3 ദിവസം മുൻപ് എന്റെ ഭാര്യ എന്നോട് പറഞ്ഞ്, ചേട്ടാ ഒന്ന് എന്തെങ്കിലും വിഷയം ഒന്ന് പ്രസന്റ് ചെയ്യണമല്ലോ, നമ്മൾ കുറച്ച് നാളായല്ലോ എന്ന് പറഞ്ഞിട്ട്. ഞാൻ പറഞ്ഞ് ചെയ്യാം, അതിനെന്താണ് കുഴപ്പമില്ല, അടുത്ത ആഴ്ച ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പൊ അടുത്ത ആഴ്ച വേണ്ട, ഈ ആഴ്ച തന്നെ വേണം. കാര്യം എനിക്ക് അടുത്ത ആഴ്ച മോർണിംഗ് ഷിഫ്റ്റ് ആണ്. മോർണിംഗ് ഷിഫ്റ്റ് ആകുമ്പോഴത്തേക്കും എനിക്ക് ചേട്ടന്റെ ക്ലാസ് കേൾക്കാൻ പറ്റില്ല, അത് വിലയിരുത്താൻ പറ്റില്ല. അതുകൊണ്ട് അടുത്ത് തന്നെ ചെയ്യണം. അങ്ങനെ ഇന്നലെ രാവിലെയാണ് ഡേറ്റ് പോലും ഫിക്സ് ചെയ്യുന്നത്. അപ്പൊ പെട്ടെന്ന് പറഞ്ഞു വിഷയം ഏതാണെന്ന് പറയാൻ പറഞ്ഞു. എനിക്ക് കൺഫ്യൂഷനായി. കാര്യം ഒരു വിഷയം പറഞ്ഞു കൊടുക്കുക എന്ന് പറഞ്ഞാല് പെട്ടെന്നൊരു വിഷയം പറഞ്ഞു കൊടുത്ത് അതിനെക്കുറിച്ച് കൂടുതൽ ഞാൻ പഠിക്കേണ്ട അവസ്ഥ വരും. അപ്പൊ നമ്മൾ ഈ വർക്ക് ചെയ്യുന്ന ഇതിന്റെ ട്രീ ഉണ്ടല്ലോ, ട്രീ ഞാനൊരു ചാർട്ട് പേപ്പറിൽ വരച്ചിട്ടുണ്ട്. 100-200-ലധികം അസോസിയേറ്റ്സ് വന്നിട്ടുള്ള എന്റെ ഭാര്യയുടെ ോടൊപ്പം വന്നിട്ടുള്ള അസോസിയേറ്റ്സിന്റെ ട്രീ ഞാൻ ചാർട്ടിൽ വരച്ചിട്ടുണ്ട്. ഈ ചാർട്ട് ഞാൻ മിക്കവാറും ദിവസങ്ങളെടുത്ത് നോക്കാറുണ്ട്. അപ്പൊ ഞാൻ ആ ചാർട്ടിൽ ഇങ്ങനെ നോക്കി കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്കൊരു കാര്യം മനസ്സിലായത്, 100-200-ലധികം അസോസിയേറ്റ്സ് വന്നിട്ടും ഈ രംഗത്തേക്ക് ശുഷ്കാന്തിയോട് പ്രവർത്തിക്കാൻ തയ്യാറായിട്ടുള്ളവർ വളരെ കുറവാണ്. വളരെ കുറവെന്ന് പറഞ്ഞാൽ കൂടി വന്നാൽ ഒരു 10 പേര് എന്ന് പറഞ്ഞാൽ ആകെ എണ്ണത്തിന്റെ 5% പേര് മാത്രമേ ഇപ്പോഴും പ്രവർത്തിക്കുന്നുള്ളൂ. ബാക്കിയെല്ലാം ഡെഡാണ്. എന്തുകൊണ്ടായിരിക്കാം? ഞാൻ പ്രൊഡക്റ്റിനെ കുറിച്ച് ആലോചിച്ചു. പ്രൊഡക്റ്റ് നമ്മളെ സംബന്ധിച്ചിടത്തോളം സുതാര്യമാണ്. ഈ പ്രൊഡക്റ്റ് നോളജ് ഇല്ലാത്തവരാരും തന്നെ തീർച്ചയായിട്ടും നമ്മുടെ അസോസിയേറ്റ്സിൽ ഉണ്ടായില്ല. ഈ പ്രൊഡക്റ്റ് കൊണ്ടുള്ള ഗുണം അറിയാവുന്നവരാണ് എല്ലാവരും. അനുഭവങ്ങൾ കൊണ്ടും മറ്റുള്ളവരുടെ അനുഭവങ്ങൾ കണ്ടും നമ്മൾ ഇത് പഠിച്ചതാണ്. പിന്നെ എന്തുകൊണ്ട് മറ്റുള്ളവരിലേക്ക് ഈ പ്രോഡക്റ്റ് സെയിൽ ചെയ്യാൻ പറ്റുന്നില്ല, മാർക്കറ്റ് ചെയ്യാൻ പറ്റുന്നില്ല എന്നതിനെ കുറിച്ച് ആലോചിച്ചപ്പോൾ ഞാൻ സൈദയുടെ വൈഫിനോട് പറഞ്ഞ് ഒരു കാര്യം ചെയ്യും, നമ്മള് ഒരു സോഷ്യൽ ഓഡിറ്റിംഗ് ആയിട്ട് ഒരു വിഷയമായിട്ട് കൊടുക്കുക. കാരണം നമ്മൾ സ്വയം ചിന്തിക്കുക, നമ്മളുടെ പ്രവർത്തനങ്ങൾ നമ്മൾ ഇത്രയും പ്രവർത്തിച്ചിട്ടും നമ്മളുടെ കൂടെയുള്ളവർ എന്തുകൊണ്ടാണ് പ്രവർത്തിക്കാൻ തയ്യാറായിട്ട് വരാത്തത്? കമ്പനിയെ സംബന്ധിച്ചിടത്തോളം കമ്പനി ഒരിക്കലും വരുമാനത്തിന്റെ കാര്യത്തിൽ ഇതേവരെ ഒരാൾക്കും ഡിലേ വരുത്തിയിട്ടില്ല, കൊടുക്കാതിരുന്നിട്ടില്ല. പ്രൊഡക്റ്റിന്റെ റിസൾട്ടുകൾ വളരെ വലുതാണ്. വളരെ ഈ കാലഘട്ടത്തിൽ ഏറ്റവും അത്യന്താപേക്ഷിതമായിട്ടുള്ള ഒരു പ്രോഡക്റ്റാണ് നമ്മൾ വിൽപ്പന ചെയ്തുകൊണ്ടിരിക്കുന്നത്, പ്രത്യേകിച്ച് ബയോമാഗ്നറ്റിക് മാട്രസ്. പിന്നെ എന്തുകൊണ്ടാണ് ഇത്രയും ആളുകൾ കൂടെ വന്നത്? കാശിന് ആവശ്യമുള്ളവർ തന്നെയാണ് എല്ലാവരും. ഈ ലോകത്ത് ജീവിച്ചിരിക്കുന്ന എല്ലാവർക്കും കാശിന് ആവശ്യമുള്ളവരാണ്. ഈ കൂടെ വന്നിട്ടുള്ളവരും കാശിന് ആവശ്യമുള്ളവർ. പൈസക്ക് ആവശ്യമുണ്ട്, പ്രൊഡക്റ്റിന് കുഴപ്പമില്ല, കമ്പനിക്ക് കുഴപ്പമില്ല, മറ്റൊന്നുമില്ല എന്നിട്ട് പോലും എന്തുകൊണ്ടാണ് ആളുകൾ വന്ന് പ്രവർത്തിക്കാൻ മടി കാണിക്കുന്നത്, ശുഷ്കാന്തി കാണിക്കാത്തത് എന്തുകൊണ്ടാണെന്നുള്ളത് ഞാൻ അതിനെക്കുറിച്ച് അങ്ങനെ ആലോചിച്ചു. അപ്പൊ ചില കാര്യങ്ങൾ ഞാനിവിടെ അഭിപ്രായം പറയുമ്പോൾ നിങ്ങൾക്ക് അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാം. അപ്പൊ ഞാൻ പറയുന്ന അഭിപ്രായങ്ങൾ നിങ്ങളൊന്ന് ഓഡിറ്റ് ചെയ്യുക, അത് വിലയിരുത്തി നോക്കുക. ഒന്നാമതായിട്ട്, നമ്മളൊരു അസോസിയേറ്റിനെ നമ്മളോടൊപ്പം നിർത്തുമ്പോൾ നമ്മളുടെ ബിസിനസ്സിനെ ചിലപ്പോൾ നിസ്സാരവൽക്കരിക്കുന്ന രീതിയിലാണ് അവതരിപ്പിക്കുന്ന ഒരു സംശയം എനിക്ക് കൂടിയിട്ടുണ്ട്. കാരണം ഒരു നിസ്സാരവൽക്കരിച്ച് കാണേണ്ട ഒരു പ്രോഡക്റ്റ് അല്ല, പ്രത്യേകിച്ച് മാഗ്നറ്റിക് മാട്രസ്. അവരോട് നമ്മൾ പറഞ്ഞു കൊടുക്കുന്നത്, നമ്മള് ഒരു ശരാശരി ഒരു വ്യക്തിക്ക്, കേരളത്തിൽ ജീവിക്കുന്ന ഒരു വ്യക്തിക്ക് കുറഞ്ഞത്, ഏറ്റവും കുറഞ്ഞത് ബന്ധുക്കളും സുഹൃത്തുക്കളും കൂടെ ഒരു 100 പേരെങ്കിലും ഇല്ലാതിരിക്കില്ല. ഏറ്റവും കുറഞ്ഞതാണ് ഞാൻ ഈ പറഞ്ഞത്. ഈ 100 പേരുണ്ടെങ്കിൽ മാത്രം നമ്മൾക്ക് ഈ ബിസിനസ് കോടികൾ ഉണ്ടാക്കാൻ പറ്റിയ അവസ്ഥയിൽ എത്തിക്കാം. ഈ 100 പേരും വേണ്ട, അതിൽ നിന്ന് നമ്മൾ സോർട്ട് ചെയ്ത് ഒരു 50 പേരാക്കി എടുക്കുക. ഈ 50 പേരെ കൊണ്ട് പ്രവർത്തിപ്പിച്ചാൽ പോലും നമ്മുടെ കണക്ക് ഇവിടെ എങ്ങനെ നിൽക്കില്ല. ഇതൊക്കെ കൃത്യമായിട്ട് അവരോട് പറയുന്നു. നമ്മൾ 2 ലെഗ് ഉണ്ടാക്കുന്നു, ആ ലെഗിലേക്ക് സെയിൽ വരുന്നു, ആ സെയിൽ കൊണ്ട് നമ്മൾക്ക് മിനിമം കിട്ടുന്നത് 3000 സംതിങ് രൂപയാണ്. ഇതൊക്കെ ഒരു പരിധി വരെ ഇവരെ സംബന്ധിച്ചിടത്തോളം അവർ കേൾക്കുമ്പോൾ വളരെ ഇംപ്രസീവ് ആകുന്നുണ്ട്.
പക്ഷെ ഇങ്ങനെ ഇംപ്രസീവ് ആകുന്നവര് ശരിക്കും പറഞ്ഞാൽ നിസ്സാരവൽക്കരിച്ചാണ് ഈ ബിസിനസിനെ കാണുന്നത് എന്നുള്ളതാണ് എന്റെ ഒരു വിഷയം. ഒരു അസോസിയേറ്റിനെ കൊണ്ടുവന്ന് അയാളുടെ ബന്ധുക്കളായ സുഹൃത്തുക്കൾ, ഏറ്റവും അടുത്ത ബന്ധുക്കളെ, ഏറ്റവും അടുത്ത സുഹൃത്തുക്കളെയും കാണുന്നു, അതിൽ കുറച്ച് പേര് പ്രൊഡക്റ്റ് എടുക്കുന്നു, ഒരു ലെഗ് ഡെവലപ്പ് ചെയ്യുന്നു. പിന്നീട് അവര് താഴത്തേക്ക് പോയി മറ്റുള്ളവരായിട്ട് ഇങ്ങനെ കോണ്ടാക്ട് ചെയ്യുമ്പോഴത്തേക്കും ആദ്യം കിട്ടിയ റിസൾട്ട് അവർക്ക് ഉണ്ടാകുന്നില്ല. അവർ മാനസികമായിട്ട് പിന്നോക്കം പോകും. എടുത്തു നോക്കിക്കഴിഞ്ഞാൽ വന്നവർക്ക് 2 ലെഗ്, 4 ലെഗ്, 6 ലെഗ്, 8 ലെഗ്, അതിനേക്കാൾ അപ്പുറം വരുന്നില്ല. എല്ലാവരും അവിടെ വെച്ച് ഫ്രീസായി നിൽക്കും. എന്റെ അഭിപ്രായത്തില് നമ്മുടെ പ്രോഡക്റ്റിനെ കുറിച്ചും നമ്മുടെ സെയിലിന്റെ രീതിയെ കുറിച്ചും കുറച്ച് സീരിയസ് ആയിട്ട് തന്നെയാണ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞ് ബോധവാന്മാരാണ്. ഒന്നത്. രണ്ടാമതുള്ള എന്റെ അഭിപ്രായം, നമ്മൾ ഒരു മുറിക്കുള്ളിൽ ഇരുന്ന് ട്രെയിനിങ് കൊടുക്കാറുണ്ട്. ഒരു സെയിൽ എടുക്കുന്നതിനെ കുറിച്ചുള്ള ട്രെയിനിങ്ങും കാര്യങ്ങളും ഒരു മുറിക്കുള്ളിൽ വെച്ച് കൊടുക്കാറുണ്ട്. പക്ഷെ ഫീൽഡിൽ ആ ട്രെയിനിങ് അവർക്ക് കിട്ടുന്നില്ല എന്നുള്ളൊരു അഭിപ്രായം എനിക്കുണ്ട്. ഒരു അസോസിയേറ്റ്, നമ്മുടെ കൂടെ വന്ന അസോസിയേറ്റിനെ കൊണ്ട് ഒരു കോണ്ടാക്ട് എടുപ്പിക്കുന്നു. അയാളുടെ കോണ്ടാക്റ്റിൽ നമ്മൾ പോയി സംസാരിക്കുന്നു. ഈ അസോസിയേറ്റ് അവിടെ ഇരുന്നു കൊണ്ട് നമ്മളാണ് സംസാരിക്കുന്ന വിഷയങ്ങളെ കുറിച്ച് പറയുന്നത്. അത് ആദ്യ കാലത്ത് നല്ല കാര്യമാണ്, അങ്ങനെ തന്നെ ചെയ്യും. പക്ഷെ അത് കാലം തുടർന്ന് വന്നാലും ഇപ്പൊ വരെ എന്റെ അനുഭവത്തിൽ എന്റെ ഭാര്യയുടെ ലീഡർ പോലും, ഇപ്പൊ ഭാര്യയും ആ ലീഡറും കൂടിയാണ് പോകുന്ന സമയത്ത് പോലും ഭാര്യ അവിടെ കേവലം അധികം സംസാരിക്കാനുള്ളൊരു സന്ദർഭം കിട്ടാറില്ല. കാര്യം ലീഡർ കാര്യങ്ങളെല്ലാം പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇപ്പൊ കൂടെ പോകുന്ന ആള് വെറുതെ കേട്ടിരിക്കുക, കാര്യങ്ങൾ പഠിക്കുക മാത്രമേ ചെയ്തുള്ളൂ. ഇപ്പോഴും അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വർഷം 1.5 കഴിഞ്ഞു. തീർച്ചയായിട്ടും നമ്മുടെ ലീഡേഴ്സ് ആയിട്ടുള്ളവർ ഒരു 1, 2, 3 തവണ കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഈ കൂടെ വരുന്നവർക്ക് അവസരങ്ങൾ കൊടുക്കും. അസോസിയേറ്റ്സിന് അവസരം കൊടുക്കുക. അവർ സംസാരിക്കട്ടെ, സെയിൽ ക്ലോസ് ആകണ്ട, കുഴപ്പമില്ല. പക്ഷെ സംസാരിച്ച് ഒരു സെയിൽ നടന്നു കഴിഞ്ഞാൽ അയാൾക്കുണ്ടാകുന്ന കോൺഫിഡൻസ് തീരെ ചെറുതല്ല. ആത്മവിശ്വാസം വളരെ വലുതായിരിക്കും. നമ്മള് പണ്ട് 1700കളുടെ പകുതി കഴിഞ്ഞപ്പോഴത്തേക്കും 1769 എനിക്ക് തോന്നുന്ന ഒരു സംഭവം ഫ്രാൻസിലുണ്ടായിരുന്നു. ഇത് ചെറിയ ക്ലാസ്സിലൊക്കെ ഈ 60കളുടെ 70കളിൽ ജനിച്ചവർക്ക് ചിലപ്പോൾ ചെറിയ ക്ലാസ്സിൽ ഇത് പഠിച്ചിട്ടുണ്ടാകാം. എങ്കിലും ഞാനത് പറയും. ഒരു ചെറിയ കുഞ്ഞിക്കഥയാണ്. ഫ്രാൻസിലെ ഒരമ്മ രാത്രി തന്റെ മകൻ സ്കൂളിൽ പോയിട്ട് വരുന്നില്ല, അന്വേഷിച്ച് നടക്കുകയാണ്. ഇതുപോലുള്ള വലിയ വലിയ സ്കൂളുകളൊന്നുമല്ല, ചെറിയ ചെറിയ സ്കൂളുകളാണ്. മകനെ കാണാതെ അന്വേഷിച്ച് അയൽവക്കത്തുള്ള 2 പേരെയും കൂട്ടി മാഷിന്റെ വീട്ടിൽ ചെല്ലുക. അപ്പോ ഏകാംഗ വിദ്യാലയമൊക്കെയാണത്, ഏകാംഗ അധ്യാപക വിദ്യാലയമൊക്കെയാണ്. അവിടെ ചെല്ലുമ്പോഴത്തേക്കും മാഷിന്റെ പേര് മാർലോ എന്നാണ്. അമ്മയുടെ പേര് ലറ്റീഷ. നിങ്ങൾക്ക് ഇപ്പൊ ഏകദേശം മനസ്സിലായി കാണുമെന്ന് എനിക്ക് തോന്നാം. മാഷിന്റെ അടുത്ത് ചെന്ന് ചോദിക്കും, മാഷെ, എന്റെ മോൻ സ്കൂളിൽ ഇന്ന് വന്നിട്ടില്ല, ഇത്രയും സമയത്ത് സന്ധ്യയായി, ഇതുവരെ വന്നിട്ടില്ല. അപ്പൊ സ്കൂൾ വിട്ട് എല്ലാവരും പോയതാണ്, ഞാൻ ക്ലാസ് അടച്ചിട്ട് പോകുന്നതാണ്, എങ്കിലും ഒന്ന് നോക്കിക്കളയാന്ന് പറഞ്ഞിട്ട് ഈ അമ്മയും ലറ്റീഷയും കൂട്ടി മാർലോയും ബാക്കി 2 പേരും കൂടി അവിടെ ചെന്ന് സ്കൂള് തുറന്ന് നോക്കുമ്പോഴത്തേക്കും ഒരു കുട്ടി ഇരുന്ന് ബെഞ്ചിൽ തലവെച്ചിരുന്ന് ഉറങ്ങുന്നു. അവന് ചെന്ന് കൊട്ടി വിളിക്കാൻ തന്നെ അവൻ പുസ്തകമായിട്ട് എഴുന്നേറ്റ്, സാറേ ഞാൻ ആ കണക്ക് ചെയ്ത് എന്ന് വളരെ സന്തോഷത്തോടെ പറയുമ്പോഴത്തേക്കും ഈ കുട്ടിയെ ഈ മാഷ് കെട്ടിപ്പിടിക്കുക. കാരണം ആ ക്ലാസ്സിൽ ഏറ്റവും മിടുക്കന്മാരായിട്ടുള്ള കുട്ടി പോലും ആ കണക്ക് ചെയ്തിട്ടില്ല. അദ്ദേഹം ഒരു കണക്കിട്ട് കൊടുത്തിട്ട് കണക്ക് ചെയ്യാൻ ഏൽപ്പിച്ചിട്ട് പുള്ളി വേറെ മറ്റുള്ള കാര്യങ്ങൾക്ക് പോകുമ്പോഴത്തേക്ക് എല്ലാവരും ശ്രമിച്ചെങ്കിലും ആ കണക്കിന് ഉത്തരം കിട്ടിയില്ല. പക്ഷെ ഈ കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ഈ കുട്ടി അത്ര വലിയ ബുദ്ധിമാനൊന്നുമല്ല, ഒരു ഇൻട്രോവേർട്ടാണ്. ഇൻട്രോവേർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് നാണക്കാരനാണ്. അവനിങ്ങനെയുള്ള കാര്യങ്ങൾ ഒരിക്കലും ചെയ്യാൻ സാധിക്കില്ല എന്നുള്ളതിന് മഹാലക്ഷ്മിന് ഉറച്ച വിശ്വാസമുണ്ട്. ആ കുട്ടി ഇത് ചെയ്ത് കാണിച്ച് ഇത് കണ്ടിട്ട് മഹാലക്ഷ്മിന് അത്ഭുതം തോന്നി. അദ്ദേഹത്തെ ആ കുട്ടിയുടെ പേര് നാപ്പെന്നാണ് കേട്ടോ, പേര് പറയാൻ വിട്ട്. കെട്ടിപ്പിടിച്ചിട്ടും മാഷ് ഒരു കാര്യം പറഞ്ഞുള്ളൂ, മാഷേ, മോനെ, നീ ഈ ലോകത്തിലെ ഏറ്റവും പ്രസിദ്ധനായ വ്യക്തിയാവും,
നിന്റെ കഴിവ് ഉപയോഗിക്കാനായിട്ട് നീ സമയവും കാലവും നോക്കാതെ നിന്റെ കഴിവ് ഉപയോഗിച്ച് ഒരു ലക്ഷ്യം കാണാനുള്ള ശ്രമം മനസ്സിലുണ്ടാക്കി കൊടുത്തത് കൊണ്ട് തീർച്ചയായിട്ടും നീ ഈ ലോകത്ത് പ്രസിദ്ധനായ വ്യക്തിയാകും എന്ന് ആ മാഷ് പറഞ്ഞു. ആ ഒരൊറ്റ തരി തീ മതിയായിരുന്നു. ഒരു തരി കനലാണ് വിട്ടുകൊടുത്തത് മാഷ്. അവൻ ചെയ്ത കാര്യത്തിന് ആ രീതിയിൽ തന്നെ ഒരു അപ്രീസിയേഷൻ കിട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവനെ സംബന്ധിച്ചോളം ഒരു മാഷ് ഒരു കുട്ടിയെ അഭിനന്ദിക്കുക എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് ചെയ്യുന്നത്. ഇപ്പോഴത്തെ കാലത്ത് അങ്ങനെയല്ല, എന്ത് കാര്യം ചെയ്താലും കൊള്ളാട്ടാ മോനെ എന്നൊക്കെ പറയുന്ന പോലെ അല്ല അന്ന് കാര്യങ്ങൾ കൃത്യമാണെങ്കിൽ മാത്രമേ അത്ര രീതിയിലുള്ള അഭിനന്ദനം കിട്ടൂ. അത് വലിയൊരു കാര്യമായിട്ട് അവന്റെ ആത്മവിശ്വാസം വളർത്തി. ആ നാപ്പ ആരാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണും. അതാണ് ലോകം തന്നെ കിടുകിട വിറപ്പിച്ച നെപ്പോളിയൻ ബോണപ്പാർട്ട്. അപ്പൊ ആ ഒരു ആത്മവിശ്വാസമാണ് ആ കുട്ടി നാപ്പ എന്ന കുട്ടിയെ നെപ്പോളിയൻ ചക്രവർത്തിയാക്കാൻ കിട്ടിയ ഒരു ആത്മവിശ്വാസം. ആ മാഷിന്റെ ഒരൊറ്റ അഭിനന്ദനം മാത്രമാണ്. അദ്ദേഹമാണ് ലോകത്തോട് വിളിച്ചു പറഞ്ഞത് നത്തിങ് ഈസ് ഇമ്പോസിബിൾ. അസാധ്യമായി ഒന്നുമില്ല. നമ്മൾ ശ്രമിച്ചാൽ മാത്രം, അത് ഓർക്കുക, ശ്രമിച്ചാൽ മാത്രം ഈ ലോകത്ത് നേടാനില്ലാത്ത ഒന്നുമില്ല. നമ്മൾ ശ്രമിക്കണം. അപ്പോ ആ കഥ പറഞ്ഞതിന്റെ കാരണം ഈ ശ്രമത്തിനുള്ള അവസരം നമ്മളുടെ കൂടെ വരുന്ന അസോസിയേറ്റിന് ഫീൽഡിൽ കിട്ടുന്നില്ല എന്നുള്ളതാണ് ഞാൻ പറഞ്ഞത്. അസോസിയേറ്റുമായിട്ട് നമ്മൾ പോകുമ്പോൾ അസോസിയേറ്റ് സംസാരിച്ചോട്ടെ, ഒരു പ്രാവശ്യം 2 പ്രാവശ്യം 3 പ്രാവശ്യം ആവർത്തി സംസാരിക്കുമ്പോൾ ഒരു സെയിലടക്ക് കിട്ടിയാൽ അവര് നന്നായിട്ട് അഭിനന്ദിക്കുക. അത് അവന് വളരെയധികം ആത്മവിശ്വാസം വളർത്തും. പിന്നീട് അവൻ സ്വയം ചെയ്തോളും, നമ്മൾ പോകണ്ട. ഇത് ഇന്നും ഒരു ലീഡറിനെയും കൊണ്ട് നടക്കുകയാണ്. ഒരു ലീഡറിന്റെ കൂടെയാണ് അസോസിയേറ്റ്സ് പോകുന്നത്. നമ്മൾ ഒരു ഗ്രൂപ്പായിട്ട് പോകാം, ഒരു കുഴപ്പമൊന്നുമില്ല. ഒരു ലീഡർ എന്ന നിലക്ക് ഇപ്പോഴും ഇത് കണ്ടിന്യൂ ചെയ്ത് പോകുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നത് നമ്മളുടെ ഭാഗത്തുള്ള ഒരു മിസ്റ്റേക്ക് ആണെന്ന് എനിക്ക് എന്റെ ഒരു അഭിപ്രായമുണ്ട്. നിങ്ങൾക്ക് അത് ഓഡിറ്റ് ചെയ്ത് നിങ്ങൾ തെറ്റാണെങ്കിൽ അത് നിങ്ങൾ പറയുന്നത് ഞാൻ അംഗീകരിക്കാം. എനിക്ക് തോന്നിയിട്ടുള്ളതാണ് നമ്മൾക്ക് നമ്മുടെ കൂടെ വരുന്ന അസോസിയേറ്റുകളുടെ ഒരു സെൽഫ് കോൺഫിഡൻസ് ഉണ്ടാക്കാൻ സാധിക്കുന്നില്ല, അല്ലെങ്കിൽ സ്വയം പര്യാപ്തത വരുത്താൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ് എന്റെ അഭിപ്രായം. നമ്മളൊന്ന് കരുതുക, നമ്മൾ മനുഷ്യൻ നിസ്സാരക്കാരല്ല. കാരണം ഇന്ന് നമ്മുടെ അച്ഛന്റെയും അമ്മയുടെയും അണ്ടത്തിൽ നിന്നും ബീജത്തിൽ നിന്നും ഉണ്ടായ ഒരു ജീവൻ മാത്രമല്ല നമ്മൾ. ദശലക്ഷക്കണക്കിന് വർഷങ്ങളായിട്ട് നമ്മുടെ ഈ ജീവൻ ഈ ഭൂമിയിലുണ്ട്, പല രൂപത്തില്. ഈ ഭൂമിയിൽ എത്രയോ വിഷയങ്ങൾ ഉണ്ടായിട്ടെന്നറിയാം. അതിനെയൊക്കെ അതിജീവിച്ച് നമ്മളുടെ അച്ഛനിലേക്ക് എത്തി, നമ്മുടെ അച്ഛന്റെ അമ്മയിൽ നിന്നും പിന്നെ നമ്മളായി മാറുമ്പോഴത്തേക്ക് നമ്മൾ സൂക്ഷ്മ രൂപത്തിൽ ഈ പ്രപഞ്ചത്തിലുണ്ട്. ആ സൂക്ഷ്മ രൂപത്തെ നശിപ്പിക്കാൻ പറ്റിയ പല അപകടങ്ങളും ഉണ്ടായിട്ടുണ്ട്. വലിയ ജുറാസിക് കാലഘട്ടത്തിലുണ്ടായ ദിനോസറുകൾ മുഴുവനും നശിച്ചു പോയി. ഒരു വാൽനക്ഷത്രം വന്ന് ഇടിച്ചതാണ് ഭൂമിയിൽ. ആ ജീവനാശം മുഴുവനും വന്നുപോയി. അപ്പോഴും നമ്മൾ സൂക്ഷ്മരൂപത്തിലുണ്ട് ഇവിടെ. ഈ പ്രകൃതിയിലെ ദുരന്തങ്ങളും അസുഖങ്ങളും മറ്റെല്ലാ കാര്യങ്ങളും, മഞ്ഞും തണുപ്പും ചൂടും എല്ലാം വന്ന് നമ്മളെ നശിപ്പിക്കാൻ നോക്കിയിട്ട് നമ്മളുടെ ജീവൻ, നമ്മുടെ സൂക്ഷ്മരൂപത്തിലുള്ള ജീവൻ നഷ്ടപ്പെട്ടു പോയിട്ടില്ല. അതിനർത്ഥം നമ്മൾക്ക് കഴിവുകളുണ്ട്. അല്ലാതെ ഇന്നലെ ഞാൻ ജനിച്ചത് ഒരു കൂലിപ്പണിക്കാരന്റെ മകനാണല്ല, അല്ലെ മകളാണല്ല, എനിക്കെന്ത് കഴിവുണ്ടാകാൻ, എനിക്കെന്ത് പാരമ്പര്യം, അതൊന്നും അല്ല നമ്മുടെ പാരമ്പര്യം. നമ്മുടെ പാരമ്പര്യം എന്നോ ദശലക്ഷം വർഷങ്ങൾക്ക് മുമ്പേ നമ്മൾ ഈ ജീവൻ ഇങ്ങനെ പോർന്നുകൊണ്ടിരിക്കുകയാണ്. പലതിനെയും അതിജീവിച്ചാണ് നമ്മളിവിടെ 2025 എത്തി നിൽക്കുന്നത്. അതുകൊണ്ട് നമ്മളുടെ കഴിവിനെ നമ്മൾ സ്വയം മനസ്സിലാക്കണം. ഇവിടെ നിസ്സാരമല്ല നമ്മൾ ഇത്രയും രീതിയിൽ ഇത്രയും ഇവിടെ എത്തിയെങ്കിൽ. അത് നിസ്സാര കാര്യമല്ല. നമ്മുടെ മനുഷ്യർക്ക് എല്ലാവർക്കും കഴിവുകളുണ്ട്. പക്ഷേ അവൻ ജന്മമെടുക്കുന്ന സമയത്ത് അതിന്റെ ശൈശവത്തിൽ അവന് കിട്ടുന്ന ചില ഡിസൈനുകളുണ്ട്, മാനസികമായിട്ട് കിട്ടുന്ന ഡിസൈൻ. ആ ഡിസൈനാണ് വിഷയം. ആ സമയത്ത് ഉണ്ടാവുന്ന ആറ്റിറ്റ്യൂഡ് വലിയ പ്രാധാന്യമുള്ള ആ ആറ്റിറ്റ്യൂഡുകളാണ് പിന്നെ അവനെ നിയന്ത്രിക്കുന്നത്. അവന്റെ ജീനുകളിൽ കുറെ കഴിവുണ്ടാവും, ആ കഴിവിനൊന്നും വളരെ സമ്മതിക്കില്ല ആറ്റിറ്റ്യൂഡുകൾ. അപ്പൊ നമ്മുടെ ശൈശവത്തിൽ നമ്മൾക്ക് ഉണ്ടാക്കിയെടുക്കുന്ന ഡിസൈൻ. ഇന്ന് തന്നെ കുട്ടികളെ പഠിപ്പിക്കാൻ അയക്കുമ്പോൾ എന്താണ് നമുക്ക് കാരണന്മാർ പറയുന്നത്? അവനെ പഠിപ്പിച്ചൊരു വലിയ ജോലിക്കാരനാക്കണം, അല്ലെ എനിക്ക് പഠിച്ചൊരു ജോലി കിട്ടണം എന്നുള്ളതാണ് പറയുന്നത്. ആരുടെയെങ്കിലും കീഴിലല്ല, ആരെങ്കിലും ചെയ്യുന്ന ഒരു ജോലിയിൽ ഒരു ഭാഗവാക്കാണോ എന്നാവും പറയുന്നുള്ളു. എനിക്ക് ജോലി വേണം, ജോലിക്ക് വേണ്ടിയാണ് ഞാൻ പഠിക്കുന്നത് എന്നൊരു ഡിസൈനാണ് അവന്റെ തലയിൽ കിടക്കുന്നത്. അല്ലെ സ്വന്തമായിട്ടൊരു തൊഴിൽ ഉണ്ടാക്കണം എന്നുള്ള ആഗ്രഹം
കൊടുത്ത് നമ്മളൊരു കുട്ടിയെയും വളർത്തുന്നില്ല. അപ്പൊ അത്തരത്തിലൊരു ആറ്റിറ്റ്യൂഡ് കുട്ടികളിലേക്ക് കൊടുക്കരുത്. നമ്മൾ സ്വയം പര്യാപ്തമാണെങ്കിൽ, സ്വയമായിട്ട് നമ്മുടെ സമ്പത്തും സമയവും സ്വതന്ത്രമായി നമുക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ സ്വയം പര്യാപ്തമാകണം, സ്വന്തമായിട്ട് ബിസിനസ്സുകൾ നടത്തണം. അതൊരിക്കലും പഠിപ്പിച്ചു കൊടുക്കാറില്ല നമ്മൾ. അബ്ദുൽ കലാമിന്റെ ഒരു വാചകമുണ്ട്, എന്തെന്നാണ്, ഡോൺ വെയിറ്റ് ഫോർ ഓപ്പർച്യൂണിറ്റി, അവസരങ്ങൾക്ക് കാത്തു നിൽക്കരുത്, യു മേക്ക് ഇറ്റ്, നിങ്ങൾ അത് താനേ ഉണ്ടാക്കും. ഇത്തരം വാചകങ്ങളൊക്കെ എല്ലാവർക്കും അറിയാം, ഈ രാജ്യത്തുള്ള പലവർക്കും അറിയാം ഇത്തരം വാചകങ്ങൾ. അസാധ്യമായിട്ടൊന്നുമില്ല, എന്താണ്, നിത്യാഭ്യാസി ആനയെടുക്കും. ഇതിലൊക്കെ ഒരുപാട് പൊരുളുകളുണ്ട്, ഒരുപാട് സത്യങ്ങളുണ്ട്. അതൊക്കെ ഉൾക്കൊള്ളാൻ കഴിഞ്ഞാൽ, അതിനെ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ കഴിഞ്ഞാൽ ഈ മനുഷ്യൻ ഈ ലോകത്ത് ഇവിടേക്ക് നിൽക്കുന്ന ആളുകളല്ല. ഒരുപാട് കാര്യങ്ങൾ ചെയ്യാം അവന്. മാനസികമായിട്ട് അവന്, മനസ്സാണ് നമ്മളുടെ ഏറ്റവും വലിയ വിഷയം. മനസ്സിനെ നിയന്ത്രിക്കുന്നത് നമ്മൾ തന്നെ. എന്തെങ്കിലും ഒരു കുറ്റം എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ അതിന്റെ കാരണക്കാർ നമ്മളാണ്. നമ്മൾ താഴ്ന്നു പോകുന്നതും ഉയർന്നു വരുന്നതിന്റെ പ്രധാന കാരണം നമ്മൾ തന്നെ, മറ്റാരും അല്ല. മറ്റാർക്കും ഒരു പരിധി കഴിഞ്ഞ് നമ്മളിലൊന്നും ചെയ്യാൻ പറ്റില്ല. നമുക്കേ പറ്റുള്ളൂ, നമ്മൾ അനുവദിച്ചാലേ പറ്റുള്ളൂ. അപ്പൊ അനുവദിക്കാതിരിക്കണമെന്നുണ്ടെങ്കിൽ അടുത്ത തലമുറയെങ്കിലും, ഇതിപ്പോ നമ്മളുടെ ഇതിന്റെ ബ്രോഷറിൽ ഒരു വാചകം, കലാമിന്റെ തന്നെ ഒരു വാചകം എഴുതി വെച്ചിട്ടുണ്ട്. അതിന്റെ മലയാളം ഇങ്ങനെയാണ്, നമ്മൾ ത്യാഗം സഹിക്കുന്നത് അടുത്ത തലമുറയ്ക്ക് നന്നായി ജീവിക്കാനാണെന്നുള്ള രീതിയിലാണ് അത് വന്നിരിക്കുന്നത്. അത് തന്നെയാണ്, നമ്മൾ ജീവിക്കുന്ന അടുത്ത തലമുറയ്ക്ക് വേണ്ടിയാണ്, അവർ ജീവിക്കുന്നത് അവരുടെ അടുത്ത തലമുറയ്ക്ക് വേണ്ടി ആയിരിക്കും. അങ്ങനെയാണ് മനുഷ്യന്റെ ജീവിത രീതി. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, നമ്മുടെ കഴിവുകൾക്ക് തടസ്സം നിൽക്കുന്നത് നമുക്ക് ശൈശവത്തിലേ കിട്ടുന്ന ഡിസൈനുകളാണ്. ചില ഡിസൈനുകൾ കിട്ടിക്കഴിഞ്ഞാൽ ആ ഡിസൈനിൽ നിന്ന് കാര്യങ്ങളെല്ലാം അറിയാൻ പറ്റും, ആ ഡിസൈനിൽ നിന്ന് പിന്മാറില്ല. അപ്പൊ അത്തരത്തിലേക്കുള്ള രീതിയിൽ കുട്ടികളെ വളർത്തരുത്. ഞാനൊരു ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനായിട്ട് പ്രവർത്തിക്കുന്ന ഒരാളാണ്. അതുകൊണ്ട് ആരോഗ്യപരമായിട്ടുള്ള കുറെ കാര്യങ്ങൾ ഞങ്ങൾ ഡോക്ടർമാരുടെയും മറ്റുള്ള ആളുകളുടെ മീറ്റിംഗ് കൂടുമ്പോഴത്തേക്കും അവർ പറഞ്ഞു തരാറുണ്ട്. രോഗങ്ങളുടെ കാരണം, മറ്റുള്ള കാരണങ്ങൾ എല്ലാം പറഞ്ഞു തരാറുണ്ട്. പക്ഷെ ഈ ഒരു മാഗ്നറ്റിനെ കുറിച്ച് ഞാൻ അവിടെ സംസാരിച്ചു കഴിഞ്ഞാൽ അവര് ഡോക്ടർമാര് അതിന് മറുപടി പറയാൻ പറ്റില്ല. കാരണം വേറെ ഒന്നുമല്ല, അവർക്കറിയാം ഇത് കൃത്യമായിട്ട് ഇത് നമ്മളുടെ ശരീരത്തിൽ റിയാക്ട് ചെയ്യപ്പെടുന്നുണ്ടെന്ന് അവർക്ക് അതിന്റെ സയന്റിഫിക് ആയിട്ടുള്ള മുഴുവൻ കാര്യങ്ങളും അവർക്കറിയാം. പക്ഷെ റിപ്ലൈ ചെയ്യാറില്ല. ഈ ICMR എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യൻ കൗൺസിൽ ഓഫ് മെഡിക്കൽ റിസർച്ച് എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ രാജ്യത്തുള്ള ആരോഗ്യ സംബന്ധമായിട്ടുള്ള കാര്യങ്ങളൊക്കെ എല്ലാം ആധികാരികമായിട്ട് റിപ്പോർട്ട് ചെയ്യുന്ന ഒരു വകുപ്പാണ്. അവര് പറയുന്നത് ഇന്ത്യയുടെ മൊത്തം ശരാശരിയേക്കാൾ കൂടുതലാണ് കേരളത്തിലുള്ള രോഗങ്ങളുടെ വർധനവെന്ന് പറയുന്നത്. പ്രത്യേകിച്ച് പ്രമേഹം പോലുള്ള, അതുപോലെ നാഡീ രോഗങ്ങൾ, നെർവസുമായിട്ട് ബന്ധപ്പെട്ട രോഗങ്ങൾ, അതൊക്കെ നമ്മുടെ ഇന്ത്യൻ ശരാശരിയേക്കാൾ കൂടുതലാണ് കേരളത്തിൽ. എന്ന് പറഞ്ഞാൽ നമുക്ക് പ്രവർത്തിക്കാൻ വലിയൊരു ഇടമുണ്ട് കേരളത്തിൽ മാത്രം. നമ്മൾ ഇന്ത്യയുടെ മറ്റുള്ള സ്ഥലത്തേക്കൊന്നും പോകണ്ട. കേരളത്തിൽ മാത്രം നന്നായി ശ്രമിച്ചു കഴിഞ്ഞാൽ നിസ്സാരമായിട്ട് നമ്മൾക്ക് ഈ പറയുന്ന നമ്മുടെ മനോജ് സാറും അതുപോലെ നമ്മുടെ ലീഡേഴ്സ് എല്ലാം പറഞ്ഞു തന്ന രീതിയിലുള്ള വരുമാനം ഉണ്ടാക്കാൻ സാധിക്കും. പക്ഷെ മറ്റൊരു കാര്യം ഇതിനകത്തുള്ളതാണ്. ഞാൻ സോഷ്യൽ ഓഡിറ്റിങ്ങിന്റെ കാര്യം ഞാൻ പറയാനുള്ള കാരണം, നമ്മളൊന്ന് മനസ്സിലാകുക. ഇപ്പൊ നമ്മൾ സംവേദിച്ചുകൊണ്ടിരിക്കുന്ന ആളുകള് 50 കിഡ്സ്, 60 കിഡ്സ്, 70 കിഡ്സ്, 90 കിഡ്സ്, 20 കിഡ്സിനോടൊക്കെ കൂടുതൽ സംവേദനം നമുക്കില്ല. കാരണം അവരിപ്പോ പിള്ളേർ ചെറുപ്പമാണ്. ഇത്തരം ആളുകൾ ഡിസൈൻ ചെയ്യപ്പെട്ടിരിക്കുന്നത് ഒരു രോഗത്തിന്റെ ഒരു പരിഹാരം ഒരു ഡോക്ടർ മാത്രമാണെന്ന് ധരിച്ചൊരു ജനതയാണ് ഇന്ന് നമ്മൾ നേരിൽ കണ്ടു സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾ എല്ലാവരും. അവരതിനപ്പുറത്തേക്ക് മാറ്റി ചിന്തിക്കാൻ ഒരു സാധ്യതയുമില്ല. ഒരു ഡോക്ടറാണ് ഒരു രോഗം വന്നു കഴിഞ്ഞാൽ പ്രതിവിധി എന്നുള്ള ധാരണ വെച്ച് പുലർത്തുന്ന ആളുകളാണ് ഇപ്പോൾ നിലവിലുള്ള ഈ ജനറേഷനിലുള്ള. അപ്പൊ എന്താ ചെയ്യുക? ഇപ്പൊ ഒരു കൂലിപ്പണിക്കാരനായ ഞാൻ, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും തൊഴിലിൽ ഏർപ്പെട്ടിരുന്ന ഒരാള്, റിട്ടയർഡ് ആയ ഒരു വ്യക്തി, ഇവരൊക്കെ ഒരാളുടെ മുമ്പിൽ ചെന്ന് നമ്മൾ ഒരു രോഗം മാറ്റുന്ന ഒരു സംവിധാനത്തെ കുറിച്ച് പറയുമ്പോൾ ഉൾക്കൊള്ളാൻ അവർക്ക് ബുദ്ധിമുട്ട് വരും. അവരത്ര നമ്മൾ അംഗീകരിക്കില്ല. ഈ ഒരു കാര്യത്തിൽ അംഗീകരിക്കില്ല. സുഹൃത്താണെങ്കിൽ ആ രീതിയിൽ അംഗീകരിക്കാം, ബന്ധുവാണെങ്കിൽ ആ രീതിയിൽ അംഗീകരിക്കാം. പക്ഷെ ഈ വിഷയത്തിൽ അംഗീകരിക്കില്ല. കാര്യം നമ്മളാരും മെഡിക്കൽ സയൻസ് പഠിച്ചിട്ടില്ല എന്നുള്ളത് തന്നെ കാരണം. നമ്മൾ ഡോക്ടറല്ല കാരണം. അപ്പൊ അവരുടെ കൺസെപ്റ്റ് മാറ്റാൻ അവർ തയ്യാറല്ല. പിന്നെ മറ്റൊരു മാർഗമുള്ളത് അവരുടെ അസുഖത്തെ കുറിച്ച് നമ്മൾ അറിയുക എന്നുള്ളതാണ്.
ഇപ്പൊ ഉദാഹരണം പ്രമേഹം, ഷുഗർ. ഈ ഷുഗർ എന്നുള്ള അസുഖം വരാനുള്ള കാരണം നമ്മൾ നന്നായിട്ട് പഠിച്ചിരിക്കുക. ഇത് വരാനുള്ള കാരണം ഇപ്പൊ ഏകദേശം ഏറെക്കുറെയൊക്കെ എല്ലാവർക്കും നമ്മുടെ ഈ വന്നിരിക്കുന്ന അസോസിയേറ്റ്സിനൊക്കെ അറിയാൻ പറ്റും. അതിന് ഡീപ്പായിട്ട് ഒന്നുകൂടി പഠിക്കും. ഷുഗർ വരാനുള്ള കാരണം എന്താണ്? നമ്മൾ കഴിക്കുന്ന ഭക്ഷണം കൃത്യമായിട്ട് അളന്നു നോക്കിയൊന്നുമല്ല നമ്മൾ അതിൽ എന്തോരം പഞ്ചസാര ഉണ്ടെന്ന് നോക്കിയിട്ടല്ല കഴിക്കുന്നത്. നമ്മളങ്ങോട്ട് കഴിക്കും. ആ കൂടുതലായിട്ട് വരുന്ന പഞ്ചസാരയെ ഗ്ലൂക്കോസിനെ നിയന്ത്രിക്കുന്ന ആരാണ്? അത് നമ്മുടെ ശരീരത്തിൽ ഇൻസുലിൻ ഉത്പാദിപ്പിക്കുന്നുണ്ട്. ഇൻസുലിൻ എവിടെ ഉത്പാദിപ്പിക്കുന്നത്? നമ്മുടെ ആമാശയത്തിന്റെ അടിയിൽ ഈ പാങ്ക്രിയാസ് എന്ന് പറഞ്ഞ രത്നിയുണ്ട്, ഗ്ലാൻഡ്, പാങ്ക്രിയാസ് ഗ്ലാൻഡ്. ആ പാങ്ക്രിയാസ് ഗ്ലാൻഡിന്റെ ഉള്ളിലല്ല ഇത്. ഈ പാങ്ക്രിയാസ് ഗ്ലാൻഡിന്റെ ബോഡിയിൽ ഉള്ള ബീറ്റ കോശങ്ങൾ, അതിനെക്കുറിച്ചൊക്കെ എപ്പോഴും നമ്മൾ സംസാരിക്കുന്നത് ബീറ്റ കോശങ്ങളുണ്ട്. ഈ ബീറ്റ കോശങ്ങളുള്ളിലാണ്. ബീറ്റ കോശങ്ങൾ ഉള്ളിലെന്ന് പറഞ്ഞാൽ എവിടെയാണ്? ഓരോ കോശങ്ങൾക്കുള്ളിലും ഒരുപാട് ഓർഗനൻസ് ഉണ്ട്. ഓർഗൻസും രണ്ടാണ് കേട്ടോ. ഓർഗനൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോശത്തിനുള്ളിലെ അവയവങ്ങളെയാണ് ഓർഗനൻസ് എന്ന് പറയുന്നത്. ഓർഗൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരീരത്തിലെ അവയവങ്ങളെയാണ്, ഉള്ളിൽ ആന്തരിക അവയവങ്ങളാണ് ഓർഗൻസ് എന്ന് പറയുന്നത്. അപ്പൊ കോശത്തിലുള്ള ഓർഗനൻസിൽ പലതുണ്ട്. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ പറഞ്ഞതാണ്. മൈറ്റോകോൺട്രിയൻ, ഫാനം, ഗോൾഗി ബോഡീസ്, മർമ്മകം, കോശദ്രവ്യം, ക്രോമസോംസ്, ATP, DNA, ഇതൊക്കെ ഒരുപാട് സാധനങ്ങളുണ്ട്. അതില് അന്തർദ്രവ്യ ജാലിക എന്ന് പറയുന്ന ഒരു സൈറ്റോപ്ലാസം ഉണ്ട്. അത് റഫും ഉണ്ട്, സ്മൂത്തും ഉണ്ട്. ഈ റഫായിട്ടുള്ള കോശത്തിനുള്ളിൽ ഈ മർമ്മത്തോട് ചേർന്ന് മർമ്മത്തോട് ഒട്ടിക്കിടക്കുന്ന ഒരു ഭാഗമാണ്, നീണ്ട കുഴലുകൾ പോലെ കിടക്കും, ചുരുണ്ട്. അതിന്റെ പേരാണ് അന്തർദ്രവ്യ ജാലിക. ഇത് റഫും ഉണ്ട്, സ്മൂത്തും ഉണ്ട്. ഈ റഫില് ഉള്ള വിഷയം ഈ അന്തർദ്രവ്യ ജാലികയുടെ പുറത്ത് ഒട്ടിപ്പിടിച്ചിരിക്കുന്ന കുരു പോലത്തെ സാധനങ്ങളുണ്ട്. ഇതിന്റെ പേരാണ് റൈബോസോമുകൾ. ഈ റൈബോസോംസിനുള്ളിലാണ് നമ്മുടെ ഇൻസുലിൻ ഉൽപ്പാദിപ്പിക്കുന്നത്. ഈ ഇൻസുലിനാണ് നമ്മുടെ കോശങ്ങളിലൂടെ നമ്മുടെ രക്തത്തിൽ പഞ്ചസാരയുടെ അളവ് കൂടുന്ന സമയത്ത് ഇൻസുലിൻ ആ പഞ്ചസാരയെ ഗ്ലൂക്കോസിനെ ഗ്ലൈക്കോജനാക്കി മാറ്റും. ഗ്ലൈക്കോജനാക്കി മാറ്റി കരളിലോ കോശങ്ങളുടെ മറ്റു ഭാഗങ്ങളിലോ സൂക്ഷിച്ചു വെക്കും. പഞ്ചസാരയുടെ അളവ് ഏത് സമയത്ത് കുറയുന്നോ ആ സമയത്ത് അത് വീണ്ടും ഗ്ലൂക്കോസ് ആക്കി മാറ്റാനുള്ള കഴിവ് ഈ ഇൻസുലിനുണ്ട്. ഇതുപോലുള്ള ഒരുപാട് രോഗങ്ങളുണ്ട്, രോഗകാരണങ്ങളുണ്ട്. അതെങ്ങനെ മാറ്റാമെന്നുള്ളതിനെ കുറിച്ച് നമ്മൾ ഏകദേശം നമ്മുടെ സ്വയം കഴിവ് അനുസരിച്ചിട്ട് പഠിച്ചു വെച്ചാൽ, ഈ നമ്മളെ അംഗീകരിക്കാത്ത ഒരു കസ്റ്റമറുടെ അടുത്ത് നമ്മൾ ചെല്ലുമ്പോഴത്തേക്കും അയാൾക്കുള്ളൊരു അസുഖത്തെ കുറിച്ച് ഇത്ര കൃത്യമായിട്ട് പറയുമ്പോൾ അദ്ദേഹത്തിന് നമ്മളോടൊരു താല്പര്യം തോന്നും. കാര്യം അദ്ദേഹം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന വിഷയമാണ് നമ്മൾ ഈ പറയുന്നത്. ഇത്രയും കാര്യങ്ങളൊക്കെ അറിയാമല്ലേ. എന്നൊരു ധാരണ അദ്ദേഹത്തിന് വന്നാൽ നമ്മുടെ സെയിലിൽ കുറച്ചുകൂടി ഇമ്പ്രൂവ്മെന്റ് ഉണ്ടാവും എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. അപ്പൊ എല്ലാവർക്കും ധാരണ ഉണ്ട്, എനിക്ക് ഇതിനെ കുറിച്ചൊന്നും അറിയില്ല. എല്ലാവർക്കും അറിയാം, വലിയ സംഭവമൊന്നും അല്ല ഇത്. ഞാനൊക്കെ മറ്റേ MBBS പോയിട്ടൊന്നും അല്ല ഈ കാര്യങ്ങളൊന്നും പഠിച്ചേക്കുന്നത്. ഇത് വരുന്ന നമ്മള് പ്രസിദ്ധീകരണങ്ങളുണ്ടെങ്കിൽ നെറ്റിലൊക്കെ കയറി കഴിഞ്ഞാൽ നമുക്കിത് കിട്ടും. ഇതൊക്കെ വെച്ച് നമുക്കറിയാവുന്ന കാര്യങ്ങൾ മാത്രം എടുക്കുക, അത് നോട്ട് ചെയ്ത് വെക്കുക, അതിനെക്കുറിച്ച് വായിക്കുക, പഠിക്കുക, കുറച്ച് മനസ്സിലായിക്കോളൂ. താനെ വരിക. എന്താണെങ്കിലും ഒരു 6ാം ക്ലാസ് 7ാം ക്ലാസ് കഴിഞ്ഞ ആളുകളാണല്ലോ ഇതിലുള്ളത്. മലയാളം വായിക്കാൻ അറിയാവുന്ന ആളുകളാണല്ലോ ഉള്ളത്. തീർച്ചയായിട്ടും അവർക്ക് എല്ലാവർക്കും കഴിയണം. കാര്യം നമ്മുടെ ജീവിത മാർഗമാണ് നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ജീവിച്ചിരിക്കുമ്പോഴേ ഇത് ചെയ്യാൻ പറ്റുള്ളൂ. ഇതുകൊണ്ടുള്ള ഗുണം നമ്മുടെ അടുത്ത തലമുറക്കാണ്. നമ്മളിത് വിജയിപ്പിച്ചില്ലെങ്കിലും വിജയിപ്പിക്കാൻ പറ്റിയ ആളുകൾ വരും. ഇന്നല്ലെങ്കിൽ നാളെ ഒരു നല്ലൊരു കാര്യം ഇന്നല്ലെങ്കിൽ നാളെ അത് ഡെവലപ്പ് ആവും. അപ്പൊ അതുകൊണ്ട് നമ്മൾ ചെയ്തില്ലെന്ന് ഓർത്തിട്ട് ഇത് വിജയിക്കാതിരിക്കില്ല. പക്ഷെ നമ്മൾക്ക് കിട്ടിയൊരു ഭാഗ്യമാണ്. ഇതിലും ലളിതമായിട്ടുള്ള രീതിയിൽ ഒരു ബിസിനസ് നമുക്ക് കിട്ടില്ല. സധൈര്യം ഒരാളുടെ മുമ്പിൽ യാതൊരു മറയുമില്ലാതെ സുതാര്യമായിട്ട് അവതരിപ്പിക്കാൻ പറ്റിയൊരു ബിസിനസ് ആണ് എന്ന് നമ്മൾ സ്വയം നമ്മളെ തന്നെ പറഞ്ഞ് മനസ്സിലാക്കണം. പലരും ഇതൊരു 50% അപ്പുറത്തും ഇപ്പുറത്തുമായിട്ട് നിൽക്കുന്ന പോലെ എനിക്ക് തോന്നാറുള്ള ചില സമയത്ത്. വേണോ വേണ്ടേ എന്നുള്ളതാണ്. കാര്യം ഇത് നമ്മുടെ അരിയാണ്, നമ്മുടെ അന്നമാണ് എന്ന് സ്വയം ധരിച്ചു വെച്ചുകൊണ്ട് നമ്മൾ ഇതിലേക്ക് ഇറങ്ങിയാൽ, ഒരു സുഹൃത്തിനോട് നമ്മളിത് ആത്മാർത്ഥമായിട്ടാണ് പറയണമെന്നുണ്ടെങ്കിൽ നമ്മുടെ മുഖത്ത് ആ ഭാവം വരും. കാരണം ജനങ്ങളെ കുറിച്ച് കുറച്ച് ഈ ജനപ്രതിനിധികൾക്ക്
നമ്മുടെ ഇലക്ഷൻ സമയത്ത്, തിരഞ്ഞെടുപ്പ് സമയത്തൊക്കെ ആളുകളെ നമ്മൾ അഭിമുഖീകരിക്കാറുള്ളതാണ്. അപ്പൊ അവരെ കുറിച്ച് ഏകദേശം നമുക്ക് മനസ്സിലാവും. നമ്മുടെ ആത്മാർത്ഥത എന്താണെന്ന് അവന്റെ മുഖത്ത് നമുക്ക് വായിച്ചെടുക്കാൻ സാധിക്കും. അപ്പൊ അതിന്റെ ഒരു അനുഭവത്തിന്റെ വെളിച്ചത്തിലാണ് ഇതൊക്കെ പറയുന്നത്. അപ്പൊ ഒരു നല്ല കാര്യമാണ് ഒരു വിട്ടുവീഴ്ച, ഒരു വിടവുമില്ലാതെ, ഒരു സംശയത്തിന്റെ ഇടകൊടുക്കാതെ നമ്മളൊരു കാര്യം ഒരാളുടെ മുമ്പിൽ അവതരിപ്പിച്ചാൽ അയാൾ അത് അംഗീകരിക്കും. ചിലപ്പോൾ അയാളെ പൈസ ഉണ്ടാകാത്തതുകൊണ്ട് അയാൾ വാങ്ങിക്കാതിരിക്കുക, അത്രേ ഉള്ളൂ. അതിനേക്കാൾ അപ്പുറം അത് അംഗീകരിക്കാതിരിക്കില്ല. അങ്ങനെ ഒരു അംഗീകാരം സമൂഹത്തിൽ നിന്ന്, ഒരു വ്യക്തിയിൽ നിന്ന് നമുക്ക് നേടിയെടുക്കാൻ കഴിയണമെന്നുണ്ടെങ്കിൽ നമ്മൾ നമ്മുടെ പ്രൊഡക്റ്റിനെ കുറിച്ച് നല്ല അറിവുണ്ടാകണം. അവന് ഇനി വന്നേക്കാവുന്ന അസുഖത്തെ കുറിച്ചൊരു ബോധം അവനുണ്ടാകണം. അത് വരാതിരിക്കാനായിട്ട്, അസുഖം മാറാനായിട്ടാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. തീർച്ചയായിട്ടും അസുഖം മാറാനായിട്ടാണെന്നല്ല ഇത് പറയേണ്ടത്. തീർച്ചയായിട്ടും അസുഖം വരാതിരിക്കാനായിട്ടാണ്. അസുഖം വരാതിരിക്കാൻ പ്രധാന കാരണം ബ്ലഡ് സർക്കുലേഷൻ പ്രോപ്പറായിട്ട് ശരീരത്തിൽ നടന്നാൽ ഒരു പ്രശ്നങ്ങളുമില്ല. പിന്നെ മരിക്കും മനുഷ്യനല്ല, ഈ ലോകമല്ല, ഭൂമി വരെ നശിക്കും, പ്രപഞ്ചം വരെ നശിക്കും. അതിന് കാരണങ്ങളുണ്ട്, അതിന്റെ സയൻസ് ഒക്കെ വേറെ. പക്ഷേ നമ്മൾക്ക് നമ്മളെ ആയുസ് നിർണ്ണയിക്കുന്ന കലണ്ടറുകളല്ല. അതുകൂടി പറഞ്ഞോളാം. ഈ കഴിഞ്ഞ ഞാൻ ക്ലാസ് കഴിഞ്ഞിട്ട് വേറൊരു വ്യക്തി, ആളെ ഞാൻ പേരെ ഓർക്കുന്നില്ല, ഒരു വ്യക്തി വന്നിട്ട് ഞാൻ ഇതിനെ കുറിച്ച് പറഞ്ഞായിരുന്നു, ഊർജത്തെ കുറിച്ച് പറഞ്ഞായിരുന്നു, എനർജിയെ കുറിച്ച് പറഞ്ഞത്. ഞാൻ കോശങ്ങളിലാണ് എനർജി കാര്യത്തെ കുറിച്ച് പറഞ്ഞു. പിറ്റേ ക്ലാസ്സിൽ ആ വ്യക്തി വന്നിട്ടും കോശങ്ങളല്ല ചക്രങ്ങളാണെന്നൊരു വാക്യം പറഞ്ഞു പോയി. എനിക്ക് അദ്ദേഹത്തിന് നേരിട്ട് അറിയില്ല. ഞാൻ നേരിട്ടും കേട്ടതല്ല, ഒരാളെന്നോട് നമ്മുടെ സൊസൈറ്റിയിൽ പറയുകയാണ് ചെയ്തത്. അതായത് കോശങ്ങളല്ല, അത് ചക്രങ്ങളാണെന്ന് പറഞ്ഞത്. ഏതാണ് കറക്റ്റ്? ഞാൻ പറഞ്ഞു ചക്രങ്ങളാണ്. ചക്രത്തെ കുറിച്ച് എനിക്കറിയില്ല, കുറെ സ്യൂഡോ സയൻസുകളുണ്ട്. നമ്മൾക്ക് ക്ലാസിക്കൽ സയൻസ് ആണ് ലോകം മുഴുവനും അംഗീകരിച്ചിട്ടുള്ളത്. സൂഡോ സയൻസുകൾക്ക് ഒരു അംഗീകാരവും. പലരും പല രീതിയിൽ ആത്മാവിനെ കുറിച്ചും ജീവനെ കുറിച്ചും പവറിനെ കുറിച്ചും ശക്തിയെ കുറിച്ചും ഒക്കെ പറയുന്നുണ്ട്. ഇപ്പൊ ജ്യോതിശാസ്ത്രം, രണ്ട് ആസ്ട്രോണമി ഉണ്ട്, ആസ്ട്രോളജിയും ഉണ്ട്. യഥാർത്ഥത്തില് ആസ്ട്രോണമിയാണ് കറക്റ്റ്. ആസ്ട്രോളജി എന്ന് പറഞ്ഞാൽ ഈ ജ്യോതിശാസ്ത്രമാണ്. പ്രപഞ്ചത്തിൽ എവിടെയോ ഒക്കെ നിൽക്കുന്ന നക്ഷത്രങ്ങള് നമ്മുടെ ഭൂമിയെ, നമ്മുടെ ജീവിതത്തെയും സ്വാധീനിക്കുന്നുള്ള ധാരണ കൊണ്ട് ഒരു കണക്കുണ്ടാക്കിയിട്ട് ആ കണക്കിലൂടെയാണ് നമ്മുടെ സ്വഭാവം എന്ന് പറയുന്ന ഒരു സാധനമാണ് ജ്യോതിശാസ്ത്രം. അത് എത്രത്തോളം ഇന്ന് വരെ അത് ശാസ്ത്രം അംഗീകരിച്ചിട്ടില്ല, പക്ഷെ പലരും വിശ്വസിക്കുന്നുണ്ട്. കാരണം അവന്റെ മനസ്സിലൊരു സാധനം കിടക്കുന്നുണ്ട്. നമ്മളെ ഒരു അന്ധവിശ്വാസം എന്നുള്ള സംവിധാനം ഈ ലോകത്ത് ജീവിച്ചിരിക്കുന്ന എല്ലാ മനസ്സിലും ഉണ്ട്, എല്ലാവരുടെ മനസ്സിലും ഉണ്ട്. കാരണം അത് ജന്മനാ കിട്ടിയതാണ്, നമ്മുടെ കുടുംബത്തിൽ നിന്ന് കിട്ടുന്നത്. അത് പെട്ടെന്ന് മായ്ച്ചു കളഞ്ഞിട്ടൊന്നും മുന്നോട്ട് പോകാൻ പറ്റില്ല. പക്ഷെ നമ്മൾ പ്രചരിപ്പിക്കും ഒരു കാരണവശാലും സൂഡോ സയൻസുകൾ പറയരുത് എന്നൊരു അഭിപ്രായം കൂടി എനിക്കുണ്ട്. ഇപ്പൊ നമ്മൾ പറഞ്ഞു വന്നത്, നമ്മുടെ ജീവൻ, നമ്മുടെ ആയുസ് നിർണ്ണയിക്കുന്നത് നമ്മുടെ ശരീരത്തിലെ ക്രോമസോമുകളാണ്. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞോന്നറിയില്ല. നമ്മുടെ ക്രോമസോമുകൾ എന്ന് പറഞ്ഞാല് DNA-കൾ. നിങ്ങൾ ഈ ആശുപത്രിയിലൊക്കെ പോകുമ്പോൾ ഒരു കലണ്ടർ തൂക്കിയിട്ട്, ഈ ഒരു വളഞ്ഞ കോവണി പോലത്തെ ഒരു കലണ്ടറുകൾ തൂക്കിയിട്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഈ കോവണികളുടെ പേരാണ് DNA. എല്ലാം വെച്ചിട്ട് ഉണ്ടായിട്ടുള്ള ഒരു നമ്മുടെ പാരമ്പര്യത്തെ അഗ്രഭാഗത്ത് ടെലോമിയർ എന്നൊരു ഭാഗമുണ്ട്. ലളിതമാണ്, നിങ്ങൾ വളരെ സംഭവം ഒന്നല്ല ഇത്. ടെലോമിയർ എന്ന ഭാഗമുണ്ട്. അത് നമ്മുടെ ഷൂ ലേസിന്റെ അറ്റത്ത് ഒരു പ്ലാസ്റ്റിക്കിന്റെ ടിപ്പ് ഉണ്ടാവും. അത് അലർന്നു പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ടിപ്പ് ഉണ്ടാവും. അതേപോലെ തന്നെ ഈ ക്രോമസോമിന്റെ അഗ്രഭാഗത്ത് 2-3 അഗ്രഹങ്ങളുണ്ട്. ആ അഗ്രഹങ്ങളിൽ ഇങ്ങനെ ടിപ്പുകൾ ഉണ്ടാവും. അതിന്റെ പേരാണ് ടെലോമിയർ. കോശം വിഭജിക്കുമ്പോൾ, ഈ കോശം വിഭജിക്കുന്ന സമയത്ത് ഈ ക്രോമോസോമുകളും ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യപ്പെടും. നമ്മുടെ മനുഷ്യ ജീവിതത്തിന്റെ ആയുസിനുള്ളിൽ ഏകദേശം 60 തവണ കോശങ്ങൾ വിഭജിക്കാറുണ്ട്. കോശങ്ങൾ വിഭജിക്കുമ്പോൾ ഈ ക്രോമോസോമുകളും മറ്റെല്ലാ ഓർഗനൽസും ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യപ്പെടും. ആ സമയത്ത് ഈ ക്രോമോസോമുകളുടെ അറ്റത്ത് ഞാൻ പറഞ്ഞ ടെലോമിയറുകളുടെ നീളം കുറഞ്ഞുകൊണ്ടിരിക്കും. ഇങ്ങനെ നീളം കുറഞ്ഞ് ഓരോ വിഭജന സമയത്ത് നീളം കുറഞ്ഞ് അവസാനം ഈ ടെലോമിയറുകൾ അപ്രത്യക്ഷമാകും. അവിടെയാണ് പിന്നെ കോശങ്ങൾക്ക് വിഭജിക്കാൻ സാധിക്കില്ല. കോശങ്ങൾ നശിക്കാൻ തുടങ്ങും, നമ്മൾ വാർദ്ധക്യമാകും, മരണത്തിലേക്ക് നീങ്ങും. ഇതാണ് യഥാർത്ഥ ആയുസ്. ഈ ടെലോമിയറുകൾ ഇത്ര വർഷത്തിൽ ഇത്ര രീതിയിൽ എല്ലാവർക്കും ഒരേപോലെ അല്ല സംഭവിക്കുന്നത്. ചിലവരുടെ ടെലോമിയറുകൾ നീണ്ടു നിൽക്കും. അവർ 100-150 വയസ്സ് വരെയൊക്കെ ജീവിക്കുന്നുണ്ട്. ചിലവർ 60-ൽ തീരും, 40-ൽ തീരുന്നവരുണ്ട്. കലണ്ടറുകൾ മറിക്കുന്നതനുസരിച്ചിട്ടുള്ള ആയുസ് പോകുന്നത് എന്നാണ് ഞാൻ ഇവിടെ പറഞ്ഞത്.
നമ്മുടെ ക്രോമസോമുകളിലുള്ള ടെലോമിയറുകളാണ് നമ്മളുടെ ആയുസിനെ നിയന്ത്രിക്കുന്നത്. പിന്നെ വല്ല അപകടവും വരണം. അതിനെക്കുറിച്ച് ചിന്തിക്കേണ്ട, നമ്മൾ അപകടത്തെ കുറിച്ച് ഒന്നും ചിന്തിക്കേണ്ട. നമ്മൾ ചിന്തിക്കേണ്ട, എനിക്ക് ഇത്രേ പറയാനുള്ളത്, തീർച്ചയായിട്ടും നമ്മുടെ അസോസിയേറ്റുകളെ നമ്മൾ ഫീൽഡിൽ ട്രെയിനിങ് കൊടുക്കുക. ക്ലാസ് മുറിക്കുള്ളിൽ ട്രെയിനിങ് കൊടുക്കണ കൊള്ളാം, കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കുന്നോളാം. ഫീൽഡിൽ അവരെ കൊണ്ട് ചെയ്യിക്കുക. നമ്മൾ വെറും സൂപ്പർവൈസ് ചെയ്താൽ മാത്രം മതി. തീർച്ചയായിട്ടും അവൻ ഒരു പ്രൊഡക്റ്റ് വാങ്ങും, ഒരു പ്രൊഡക്റ്റ് സെയിലാക്കുമ്പോൾ അവന് കിട്ടുന്ന ആത്മവിശ്വാസം ചിലപ്പോൾ അവന്റെ ജീവിതാവസാനം വരെ ആ കോൺഫിഡൻസ് നിലനിർത്തിക്കൊണ്ട് നമുക്ക് ഈ പദ്ധതി ഭംഗിയായിട്ട് വിജയിപ്പിച്ചുകൊണ്ടുപോകാൻ സാധിക്കും. സർക്കാരും ആഗ്രഹിക്കുന്നത് ഇത് തന്നെയാണ്. ഈ രോഗങ്ങളെ വെച്ച് ആരോഗ്യകാര്യത്തില് കേരളം മറ്റുള്ള സ്റ്റേറ്റുകളുടെ മുമ്പിൽ നമ്പർ 1 ആണ്. അത് കണക്കുകളൊക്കെ അങ്ങനെ വന്നിട്ടുണ്ടെങ്കിലും രോഗങ്ങളുടെ കാര്യത്തിൽ നമ്മൾ മുമ്പിലാണ് എന്ന് പറഞ്ഞാൽ അർത്ഥം നമുക്ക് പ്രവർത്തിക്കാനുള്ള ഇടം നമ്മുടെ കേരളത്തിൽ തന്നെയുണ്ട്. കേരളീയർക്ക് പ്രത്യേകത ഉണ്ട്, പെട്ടെന്ന് അംഗീകരിക്കില്ല ഒന്നിനെ, ആരും അംഗീകരിക്കില്ല. പ്രത്യേകിച്ച് ഈ നെറ്റ്വർക്ക് മാർക്കറ്റിംഗ്. നേരത്തെ ഇവിടെ ഞാൻ നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് ചെയ്തിട്ടുണ്ട്, കുറച്ചാൾ ചെയ്തിട്ടുണ്ട്. പിന്നെ മാർക്കറ്റിംഗ് ഞാനൊരു 2010 കാലഘട്ടത്തിലൊക്കെ ഒരു 5 വർഷത്തോളം മാർക്കറ്റിംഗ് തന്നെ നടത്തിയിട്ടുണ്ട്. കാരണം അന്ന് ഇൻഷുറൻസുകൾ, പ്രൈവറ്റ് ഇൻഷുറൻസുകൾ ലോഞ്ച് ചെയ്യുന്ന സമയം റിലയൻസ്, ICICI, HSBC, HDFC തുടങ്ങിയ ഇൻഷുറൻസ് കമ്പനികളൊക്കെ ലോഞ്ച് ചെയ്യുന്ന സമയത്ത് ഞാനും എൻ്റെ ഒരു സുഹൃത്തും കൂടി ഒരു ഏജൻസി എടുത്തിട്ട് ഞങ്ങൾ എറണാകുളത്ത് സ്വന്തമായൊരു ഓഫീസൊക്കെ ഇട്ട്, റെയിൽവേ സ്റ്റേഷനെ കുറച്ച് ഒരു ഓഫീസൊക്കെ ഇട്ട് ഒരു 2 ടെലികോളേഴ്സിനെ വെച്ചിട്ട് ഞങ്ങൾ മാർക്കറ്റ് ചെയ്തിട്ടുണ്ട്. ഇൻഷുറൻസുകൾ മാർക്കറ്റ് ചെയ്തിട്ടുണ്ട്. അതിന് നല്ല പൈസ ഉണ്ടാക്കിയിട്ടുണ്ട്. ആ സമയത്ത് ഇനി വീട് വെക്കാനും മറ്റുള്ള കാര്യങ്ങൾക്ക് വേണ്ടി ഞാനത് ഉപയോഗിച്ചിട്ടുണ്ട്. വീണ്ടും അതിലേക്ക് ഒരുപാട് ആളുകൾ വന്നിട്ട് ഇൻഷുറൻസുകൾ ലൈഫ് അല്ല, ജനറൽ ഇൻഷുറൻസുകൾക്ക് നേരത്തെ ഇൻഷുറൻസ് എടുത്ത് നമ്മുടെ സ്വന്തം കയ്യിലെ പൈസ അവിടെ ഇൻഷുറൻസ് എടുത്ത് അവർക്ക് കൊണ്ടേ കൊടുത്തിട്ട് ഗഡുക്കളായിട്ട് പൈസ വാങ്ങിക്കാൻ തുടങ്ങി. അപ്പൊ അത്രയും പൈസ നമ്മുടെ കയ്യിൽ ഇല്ലാത്തതുകൊണ്ട് നമ്മൾ അതിൽ നിന്ന് പിന്മാറി പോകുന്നതാണ്. മാർക്കറ്റിങ്ങിനെ കുറിച്ച് ഏകദേശം ഒരു രൂപ എനിക്കുണ്ട്. ഒരാളെ മനസ്സിലാക്കാൻ, ഒരാളോട് ഏത് രീതിയിൽ എന്തെല്ലാം കാര്യങ്ങൾ എങ്ങനെയൊക്കെ പറയാമെന്നതിനെ കുറിച്ച് എനിക്കൊരു ഐഡിയ ഉള്ളത് കൊണ്ട് തന്നെയാണ് നിങ്ങളുടെ മുമ്പിൽ പറഞ്ഞത്. ഒന്ന് മനസ്സിലാക്കുക, ഒരാളും കഴിവില്ലാത്തവരല്ല എന്നുള്ളൊരു സത്യം ഒരിക്കലും മറന്നു കളയരുത്. ജനിച്ചു വരുന്ന സാഹചര്യങ്ങളോ സമൂഹങ്ങളോ കുടുംബമോ ഒക്കെ ചിലപ്പോൾ നമ്മുടെ മനസ്സിനെ തളർത്തിട്ടുണ്ട്. നമ്മുടെ കഴിവുകൾ നമ്മുടെ ഉള്ളിലുണ്ട്. എല്ലാവരും കഴിവുള്ളവരാണ്, ഒരാളും കഴിവില്ലാത്തവരല്ല. ഉള്ളവരായത് കൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമുക്ക് ഈ പ്രപഞ്ചം ഉണ്ടായി കുറെ നാൾ കഴിഞ്ഞപ്പോ തന്നെ നമ്മളുടെ ജീവൻ എന്നൊരു സംവിധാനം ഈ പ്രപഞ്ചത്തിൽ ഉണ്ടായി തുടങ്ങി. ഹോമോസാപ്പിയൻസ് എന്ന നമ്മുടെ സ്പീഷ്യസ് 2 ലക്ഷം വർഷങ്ങളായിട്ടുള്ളൂ. പക്ഷെ അതിനു മുമ്പേ നമ്മളുണ്ട്. അതിനു മുമ്പേ നമ്മള് ഹോമിനൈഡുകളായി നമ്മളിവിടെ ഉണ്ട്. അതിനു മുന്നേ ഉണ്ട്. ആഫ്രിക്കയിലും അവിടെ പ്രകൃതിയിലും ഒക്കെ നമ്മളുണ്ട്. നമ്മൾ ധൂളികളായി. ഒരു ക്രിസ്ത്യൻ ഭാഗത്തിന്റെ ഒരു പാട്ടുണ്ട്, മനുഷ്യ നീ മണ്ണാകുന്നു മണ്ണിലേക്കു മടങ്ങൂനം. അത് അന്നത്തെ കാലത്ത് ആളുകളുടെ അറിവില് സത്യമുണ്ടായിരുന്നു. ശരിയാണ്, നമ്മൾ ധൂളികളാണ്, നക്ഷത്രത്തിന്റെ ധൂളികളാണ് ഈ മനുഷ്യനല്ല, ഈ ഇവിടെയുള്ള ജീവജാലങ്ങളും ഇവിടുത്തെ എല്ലാ കാര്യങ്ങളും ഈ നക്ഷത്രങ്ങളുടെ ധൂളികളാണ്. അത് ഐൻസ്റ്റീന്റെ നിയമം അനുസരിച്ച് E=mc² എന്ന് പറഞ്ഞൊരു ഫോർമുല ഉണ്ട്. അത് വെച്ച് കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ധൂളികൾ എങ്ങനെ ജീവനായി മാറിയെന്നതിനെ കുറിച്ചൊക്കെ പഠിക്കാൻ സാധിക്കും. അതൊക്കെ പിന്നെ ദിവസത്തിൽ പറയാം. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, കഴിവുള്ളവരാണ്. ഇത്രയും പ്രപഞ്ചത്തിൽ നടന്ന ദുരന്തങ്ങൾ മുഴുവനും അതിജീവിച്ച് നമ്മൾ ഇവിടെ വരെ എത്തിയെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾക്ക് കഴിവുള്ളത് കൊണ്ട് തന്നെയാണ്. അതിൽ പണ്ടേ നമ്മുടെ പാരമ്പര്യത്തിലുള്ളവർ ആരെയോ ഏതെങ്കിലും മൃഗം ആക്രമിച്ച് കീഴ്പ്പെടുത്തുമായിരുന്നു. പ്രകൃതി ദുരന്തം നമ്മളെ കൊന്നുകളയുമായിരുന്നു. അതൊന്നുമില്ലാതെ ഈ പാരമ്പര്യമായിട്ട് നമ്മളുടെ ജീവൻ ഇവിടം വരെ എത്തിയെങ്കിൽ നമുക്ക് കഴിവുണ്ട്. അപ്പൊ ആ കഴിവിനെ വളർത്തിക്കൊണ്ട് വരണമെന്നുണ്ടെങ്കിൽ നമ്മുടെ കഴിവിനെ കുറിച്ച് മറ്റുള്ളവർ മനസ്സിലാക്കി കൊടുക്കാൻ സ്വയം തീരുമാനമെടുക്കുകയും നമ്മുടെ കഴിവുകൾ തൊട്ടറിഞ്ഞ നമ്മുടെ ലീഡേഴ്സ് നമ്മളെ അപ്രീഷിയേറ്റ് ചെയ്യുകയും ചെയ്യുമ്പോഴേ അതിനൊരു ജീവിതം ഉണ്ടാവുള്ളൂ. ജീവിതം വരും, ലൈഫ് വരുന്നു. അപ്പൊ ഒരു അസോസിയേറ്റിനെ തീർച്ചയായിട്ടും മാർക്കറ്റ് ചെയ്യിക്കുമ്പോൾ നമ്മൾ ഇരുന്നുകൊണ്ട് അവരെ കൊണ്ട് മാർക്കറ്റ് ചെയ്യിക്കണം. അവർ തോറ്റുപോയിക്കോട്ടെ. ഒരു 5 തവണ തോക്കുമ്പോ തളരാൻ ഉള്ളൊരു മാർഗമാകരുത് അവരോടുള്ള ഉപദേശം. അവർക്ക് എനർജി കൊടുക്കുന്ന രീതിയിലാണ്. അവൻ വിജയിക്കും, തീർച്ചയായിട്ടും വിജയിക്കാതെ ഒരാളും പോന്നിട്ടില്ല. ഒരു കുട്ടിയുമായിട്ട് ഒരു അമ്മ ഒരു പുഴ വക്കത്തൂടി പോയി.
ചെറിയ കുട്ടിയാണ്, ഒരു 3 വയസ്സുള്ള കുട്ടിയാണ്. കുട്ടി വെള്ളത്തിൽ വീണാൽ അമ്മ നീന്തറിയാമോ ഇല്ലേ എന്ന് ചിന്തിക്കില്ല, എടുത്ത് ചാടും. അമ്മ ചാടും, ഉറപ്പാണ്. കാരണം ജീവൻ മരണ പോരാട്ടമാണ്. നമ്മളും ചെയ്തുകൊണ്ടിരിക്കുന്നത് തന്നെ ജീവൻ മരണ പോരാട്ടമാണ്. നമുക്ക് ഇവിടെ പിടിച്ചു നിന്നേ പറ്റൂ. ഇനി നമുക്ക് മറ്റൊരു തലത്തിലേക്ക് പോയി അത് വിജയിപ്പിച്ചെടുക്കാനുള്ള കാലവും നമുക്കില്ല. ഇത്രയും സുതാര്യ സുന്ദരമായിട്ടുള്ളൊരു പദ്ധതി നമ്മുടെ മുമ്പിൽ ഉണ്ടായിട്ട് പോലും നമ്മൾ അത് ശ്രദ്ധിക്കാതെ അതിനെ ഗൗനിക്കാതെ നിൽക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ഒന്നിലും ചെന്നാലും നമുക്ക് പിടിച്ചു നിൽക്കാൻ സാധിക്കും. ഒരുപാട് ടഫാണ്, പല ബിസിനസ്സുകളും ഒരുപാട് ടഫാണ്. പാരമ്പര്യമായിട്ട് ചെയ്യുന്ന ബിസിനസ്സുകളുടെ അവസ്ഥയൊക്കെ എല്ലാവർക്കും അറിയാം. അത് ഞാനായിട്ട് പറഞ്ഞതൊന്നും നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യമില്ല. പണം മുടക്ക്, അതിന് ആളെ ഉണ്ടാക്കല്, ഓഫീസ് ഉണ്ടാക്കല്, അതിന് മാർക്കറ്റിംഗ് നടത്തല്, അതിന് ചില്ലറ വിൽപ്പനക്കാരെ കണ്ടെത്തല്, ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. പരസ്യം ചെയ്യല്, ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. അതൊക്കെ ഒന്നും ചെയ്യാനുള്ള ഒരു കാലം നമുക്കില്ല. ഏതായാലും ഇതിലേക്ക് വന്നിരിക്കുന്നത് എങ്ങനെയായാലും 30 വയസ്സിൽ മുകളിലേക്കുള്ളവരാണ്. കൂടി വന്ന നല്ല സ്മാർട്ടായിട്ടുള്ളവർക്ക് 70-75 വയസ്സിൽ ഈ പ്രവൃത്തി ചെയ്യാമെന്നുള്ളതാണ്. അത് പ്രായപരിധിയില്ല, വിദ്യാഭ്യാസമില്ല, മറ്റൊന്നുമില്ല. ഉറച്ചൊരു മനസ്സുണ്ടാകണം. എല്ലാവർക്കും ഉറച്ച മനസ്സുണ്ട്. തല്ലിക്കിടത്തുന്നതാണ് കുടുംബത്തിൽ നിന്ന്, കൂട്ടുകാരിൽ നിന്ന്, സമൂഹത്തിൽ നിന്നൊക്കെ തല്ലിക്കിടത്തിയാണ് നമ്മുടെ മനസ്സൊക്കെ. ഞാനും ജനിക്കുമ്പോഴത്തേക്ക് ഇൻട്രോവേർട്ടായിരുന്നു, നാണം കുണിങ്ങിയായിരുന്നു, ഇൻഫീരിയറിറ്റി കോംപ്ലക്സ് ഉള്ള വ്യക്തിയായിരുന്നു. അയാളോട് മിണ്ടാൻ, പ്രസംഗിക്കാൻ, അല്ലെങ്കിൽ സംസാരിക്കാൻ, കൂട്ടുകൂടാനൊക്കെ മടിയുള്ള ഒരു വ്യക്തിയായിരുന്നു. ഇത് സ്വയം മനസ്സിലാക്കിയിട്ടാണ് നമ്മൾ ഇതിൽ നിന്ന് ഡെവലപ്പായി വന്നത്. സ്വയം മനസ്സിലാക്കിക്കൊണ്ട് ചില സുഹൃത്തുക്കളുടെ സപ്പോർട്ടും ഉണ്ടായിരുന്നു. ഞാൻ എന്താണെന്ന് ഞാൻ തിരിച്ചറിയപ്പെടുന്ന അവരിൽ നിന്നാണ്. കണ്ണും പൂട്ടി പ്രസന്റ് ചെയ്യണം, ഒന്നും നോക്കണ്ട. ഇപ്പൊ ഞാൻ നിങ്ങളോട് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ഒരിക്കലും ഞാൻ ഇന്നലെ രാത്രി ഇരുന്ന് ഉറക്കം നിന്ന് വായിച്ച കാര്യങ്ങളല്ല. ഇത് കാലങ്ങളായിട്ട് ഞാൻ ഇങ്ങനെ പല കാര്യങ്ങളും വായിച്ചുകൊണ്ടിരിക്കുന്നത് കൊണ്ട് അത് നിങ്ങളുടെ മുമ്പിൽ പ്രസന്റ് ചെയ്താണ്. അപ്പൊ നമ്മുടെ ജീവിതമാർഗമാണ് ഇതെന്ന് കണ്ടെത്തിക്കൊണ്ട് നമ്മളിത് പഠിക്കാനും അറിയാനും താല്പര്യം ഉണ്ടാക്കി എടുക്കണം. നമ്മൾ ചെയ്തേ പറ്റൂ, വേറെ മാർഗമില്ല. പറഞ്ഞല്ലേ, എന്റെ കുട്ടിയാണ് വെള്ളത്തിൽ കിടക്കുന്നത്, ഒരാളുമില്ലെങ്കിൽ ഞാൻ തന്നെ ചാടണവനാ. നീന്തറിയുന്നില്ല, ചത്തുകൂടെ പോയിക്കോട്ടെ, എങ്കിലും ഞാൻ അവനെ ചാടി രക്ഷിച്ചേ പറ്റൂ എന്നുള്ളൊരു ധാരണ നമ്മുടെ മനസ്സിൽ ഉണ്ടാകണം. നമുക്ക് വേറെ മാർഗമില്ല. ഈ പാർട്ട് ടൈം ജോലിയുള്ളവരുണ്ട്. ഇപ്പൊ കുറച്ച് പേര്, എന്റെ വൈഫിനെ പോലത്തെ കുറെ പേര് KSEB-ലൊക്കെ ജോലിയുള്ളവരൊക്കെ ഇതിൽ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പൊ അവരെ സംബന്ധിച്ച് ഒരു വരുമാനം ഉള്ളത് കൊണ്ട് കുറച്ച് അലസത ഉണ്ട് അവരുടെ ഭാഗത്ത്. പക്ഷെ അവരൊക്കെ ശരിയാക്കി എടുക്കും. എനിക്ക് ഇനിയിപ്പോ പീരീഡ് എന്ന് പറഞ്ഞാൽ കൂടി ഒരു 3 മാസം കഴിയുമ്പോഴത്തേക്ക് ഞാൻ ഫ്രീ ആകും. അടുത്ത ഒരു തെരഞ്ഞെടുപ്പിലേക്ക് നിൽക്കാനുള്ള താല്പര്യം എനിക്കില്ല, ഞാൻ ഫ്രീ ആവും. പിന്നെ എന്നെ സംബന്ധിച്ചോളം എന്നാൽ കഴിയുന്ന രീതിയിൽ ഞാൻ കമ്പനി, ഈ അസോസിയേഷൻ ഞാൻ സഹായിച്ചുകൊണ്ടിരിക്കും. എനിക്കറിയാവുന്ന കാര്യങ്ങൾ അവരോട് പറഞ്ഞുകൊണ്ടിരിക്കും. അത് ഏത് വേദിയിലും എവിടെയും പറയും. ഞാൻ എവിടെ ചെന്ന് കഴിഞ്ഞാലും ഞങ്ങളുടെ മീറ്റിങ്ങുകളിലൊക്കെ ഞാനിത് പറയാറുണ്ട്, കാര്യങ്ങൾ പറയാറുണ്ട്. പക്ഷെ എനിക്ക് ആധികാരികമായിട്ട് അവിടെ ചെയ്യാൻ പറ്റില്ല. കാരണം ഇന്നും ഈ IMA പോലത്തെ സംഘടനകളുടെ നിയന്ത്രണത്തിലാണ് ഡോക്ടേഴ്സ് എല്ലാം. അവരൊരിക്കലും ഈ സയൻസിനെ രോഗികളോട് പറയില്ല. കാരണം ഇന്ന് നമ്മുടെ രാജ്യത്തുണ്ടായിരിക്കുന്ന കോർപ്പറേറ്റ് ആശുപത്രികളുടെ ഒക്കെ ബിസിനസ് നിസ്സാരമല്ല. അതിനെയൊക്കെ എടുക്കണമെന്നുണ്ടെങ്കിൽ ഇത്തരം രീതിയിലുള്ള പ്രവർത്തനങ്ങൾ വിഘാതമായിട്ട് നിൽക്കുമെന്ന് അവർക്കറിയാം. പാരസൈറ്റ് മോളില് ഗുളിക പ്രിസ്ക്രൈബ് ചെയ്യാൻ വേണ്ടി ഡോക്ടർമാർക്ക് കമ്പനി കൊടുത്ത കൈക്കൂലി എത്ര? 100 കോടി രൂപ. അപ്പൊ എന്ത് വരുമാനം ഉണ്ടാവും? അപ്പൊ ആ രീതിയിൽ മരുന്ന് കമ്പനികളും ആശുപത്രി ഓണേഴ്സും എല്ലാം ഡോക്ടർമാരെ കോടികൾ മുടക്കി നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് നമ്മളുടെ ഈ പ്രൊഡക്റ്റുമായിട്ട് ഇറങ്ങുന്നത്. നിസ്സാരമല്ലത്. ഒരാളില് പറഞ്ഞ് മനസ്സിലാക്കി ഈ പറയുന്ന മരുന്നുകളൊന്നും അല്ല വിഷയം, ഇതാണ് വിഷയം, ഇങ്ങനെ ചെയ്താൽ നിങ്ങൾ രക്ഷപ്പെടുമെന്ന് പറഞ്ഞ് മനസ്സിലാക്കിയാൽ കുറെ ബുദ്ധിമുട്ടുണ്ട്. കാരണം ഡോക്ടർമാരുടെ ഭാഗത്ത് നിന്ന് ഇതിന് നെഗറ്റീവുകളെ വരാൻ സാധ്യതയുള്ളൂ. എനിക്ക് നേരിട്ട് അനുഭവമുള്ള ഒരു കാര്യം ഞാൻ അടുത്ത്, അത് ഞങ്ങളുടെ നിയന്ത്രണത്തിലുള്ള ആശുപത്രിയിൽ എന്റെ വൈഫിനെ എന്തോ കാര്യത്തിന് കൊണ്ടുപോയി കഴിഞ്ഞപ്പോൾ ഈ സാധനം കണ്ടു. ഡോക്ടർ പറഞ്ഞു ഇത് മാറ്റിയേ ഇതിൽ. അപ്പൊ എന്റെ വൈഫാണെന്ന് അവർക്ക് അറിയില്ല, ഞാൻ പുറത്തായിരുന്നു. ഇതെന്തിനാ കിട്ടിയേക്കണം? ഇവള് പറഞ്ഞത് മാഗ്നറ്റ്. അപ്പൊ ഞാൻ കണ്ട് മെമ്പറായിരുന്നു വൈഫാണല്ലോ ചോദിച്ചിട്ട് കാര്യം പറഞ്ഞു. അപ്പൊ അത് മാറ്റി എന്തിനാണെന്ന് ചോദിച്ചപ്പോ അല്ല അതിപ്പോ ഈ ട്രിപ്പ് ഇടാൻ വേണ്ടി നമ്മൾ അത് വേണമെന്ന് പറഞ്ഞു. അതൊന്നും അല്ല കാര്യം, ട്രിപ്പ് ഇടാനൊന്നും അല്ല. അവരെ സംബന്ധിച്ചിടത്തോളം ആ ഒരു കാര്യം നമ്മൾ അംഗീകരിച്ചാൽ, ഈ സമൂഹം അംഗീകരിച്ചാൽ അവർക്ക് ഒരുപാട് ദോഷങ്ങളുണ്ട്.
അവർക്ക് കാര്യങ്ങൾ അറിയാവുന്ന ഡോക്ടർമാരുണ്ട്, അവർ ഈ സാധനം വാങ്ങി ഉപയോഗിക്കുന്നുമുണ്ട്. പക്ഷെ മേടിച്ച പല ഡോക്ടർമാരും നമ്മളോട് പറഞ്ഞിട്ടുണ്ട്, ഒരു കാരണവശാലും നിങ്ങളത് ഞങ്ങളുടെ പേര് പുറത്ത് പറയരുതെന്നും പറഞ്ഞിട്ടുണ്ട്. മന്ത്രി വീണ ജോർജ് പോലും, ആരോഗ്യവകുപ്പ് മന്ത്രി പോലും ഇത് മേടിച്ചിട്ട് ഒരിക്കലും പരസ്യം ചെയ്തെന്ന് പറഞ്ഞിട്ട്. കാരണം അവർക്ക് അവരുടേതായിട്ടുള്ള പ്രശ്നങ്ങളുണ്ട്. ഇപ്പൊ നമ്മൾ പറഞ്ഞു തരുന്ന ഒരു സോഷ്യൽ ഓഡിറ്റിംഗ് എന്ന് ചുരുക്കാൻ പോവുകയാണ്. സോഷ്യൽ ഓഡിറ്റിംഗ് എന്ന് ഉദ്ദേശിച്ചത് നമ്മൾ ഒരു തിരിഞ്ഞു നോട്ടം, ഒരു എത്തിനോട്ടമാണ് നമ്മുടെ പ്രവർത്തനങ്ങളിലേക്ക്. എത്തിനോട്ടം എന്തിനാണ്? അടുത്ത സ്റ്റെപ്പ് വെക്കാനാണ്. ഒരു സിനിമയിൽ പറയുന്ന പോലെ പുലി പിന്മാറുന്നത് രക്ഷപ്പെടാൻ വേണ്ടിയിട്ടല്ല, കുതിച്ചുചാട്ടത്തിനാണ്. അതുപോലെ നമ്മളൊന്ന് തിരിഞ്ഞു നോക്കി നമ്മുടെ അപകടങ്ങളും നമ്മുടെ വീഴ്ചകളും നമ്മുടെ പോരായ്മകളും നമ്മൾ കണ്ടെത്തിക്കൊണ്ട് ഒരു കുതിച്ചുചാട്ടത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ വിലയിരുത്തലുകൾ നടക്കുന്നത്. അതാണ് ഞാൻ സോഷ്യൽ ഓഡിറ്റിംഗ് എന്ന് കൊണ്ട് ഉദ്ദേശിച്ചത്. പിന്നെ ഞാൻ പറഞ്ഞ അഭിപ്രായങ്ങളിൽ പലർക്കും വിമർശനങ്ങളും പ്രയാസങ്ങളും ഉണ്ടാകും, അഭിപ്രായ വ്യത്യാസങ്ങളും ഉണ്ടാകും. തീർച്ചയായിട്ടും അഭിപ്രായങ്ങൾ ഉണ്ടാകണം, നിലപാടുകൾ ഉണ്ടാകണം. അങ്ങനെയുള്ളവർക്ക് ഇവിടെ പിടിച്ചു നിൽക്കാൻ പറ്റുള്ളൂ. എല്ലാം മേസമൂളി കഴിയുന്ന ഒരാളെ വിശ്വസിക്കരുത്. എന്ത് കാര്യം കേട്ടാലും ശരി സാർ എന്ന് പറയുന്ന ഒരാളെ വിശ്വസിക്കരുത്. ചോദ്യങ്ങൾ തിരിച്ചു ചോദിക്കുന്നവരായിരിക്കണം, അവരെ നമുക്ക് വിശ്വസിക്കാം. നമ്മളോട് ശത്രുത കാണിക്കുന്നവരെ നമുക്ക് വിശ്വസിക്കാം. പിന്നിൽ നിന്ന് കുത്താൻ ശ്രമിക്കുന്നവരെ ഒരിക്കലും വിശ്വസിക്കാൻ സാധിക്കില്ല. അതുപോലെയാണ് അഭിപ്രായമില്ലാത്തവരുടെ കാര്യം. അഭിപ്രായങ്ങൾ ഉണ്ടാകണം. എല്ലാവർക്കും അഭിപ്രായങ്ങളുണ്ട്, പറയാൻ മടി, പേടി. ഇതാണ് അഭിപ്രായങ്ങൾ പറയാത്തതിന്റെ പ്രധാന കാരണം. പക്ഷെ അവസാനം ഇങ്ങനെ അഭിപ്രായം പറയാതെ അവന്റെ മനസ്സിൽ ഇങ്ങനത്തെ കൂടി അവസാനം പൊട്ടിത്തെറിക്കും. ഇപ്പൊ ഈ അടുത്ത് നേപ്പാളിൽ സംഭവിച്ചതാണ്. ഒരുപാട് പ്രശ്നങ്ങളുണ്ട് അവരുടെ രാജ്യത്ത്. അവസാനം ചെറുപ്പക്കാരി സോഷ്യൽ മീഡിയയുമായിട്ട് ബന്ധപ്പെട്ട് സോഷ്യൽ മീഡിയയിൽ പ്രചരണം നടത്തി അവസാനം സർക്കാരിനെതിരെ തിരിഞ്ഞ് പൊട്ടിത്തെറിയായി അവസാനം കൊട്ടാരം വരെ കത്തിച്ചു കളഞ്ഞു. പ്രധാനമന്ത്രിയും ആഭ്യന്തരമന്ത്രിയൊക്കെ ഒളിച്ചു പോകേണ്ടി വന്നു. ഭാര്യയെ കൊന്നു കളഞ്ഞു പ്രധാനം. ഇത്രയും ഇതാണ്. അപ്പൊ നമ്മുടെ അഭിപ്രായങ്ങൾ എപ്പോഴും സംവേദിക്കാനൊരു അവസരങ്ങൾ ഇല്ലെങ്കിൽ നമ്മുടെ അഭിപ്രായങ്ങളുടെ ഉള്ളിൽ കുമിഞ്ഞുകൂടി നമ്മൾ പൊട്ടിത്തെറിയും. അപ്പൊ അഭിപ്രായം പറയണം. ഞാൻ പറയുന്ന വിഷയത്തിലും അഭിപ്രായമുള്ളവർ അഭിപ്രായം പറയണം. ഇന്നല്ലെങ്കിൽ നാളെയെങ്കിലും അത് പറയണം അഭിപ്രായമായിട്ട്. എന്റെ കാഴ്ചപ്പാട് അങ്ങനെയല്ല സുഹൃത്തെ, എന്റെ കാഴ്ചപ്പാട് ഇങ്ങനെയാണ്, അത് ഇതല്ലേ ശരി എന്ന് പറയാൻ താല്പര്യം കാണിക്കും. അങ്ങനെ താല്പര്യം കാണിക്കുമ്പോഴേ എന്നെ നിങ്ങൾ അംഗീകരിച്ചതായിട്ട് എനിക്ക് മനസ്സിലാവുള്ളൂ. ഇതെല്ലാം കേട്ടിട്ട് കയ്യും കൊട്ടി മുഖം തുടച്ച് അങ്ങോട്ട് പോയിട്ട് കാര്യമില്ല. ചിന്തിക്കണം. ഞാൻ പറഞ്ഞതിൽ തെറ്റുണ്ടെങ്കിൽ തെറ്റുണ്ട് സാറേ, ഇങ്ങനൊരു വിഷയമുണ്ട്, അത് അങ്ങനെ പോയാലെങ്കിലും ശരിയാകണത്, ഇങ്ങനെ പോയാലെങ്കിലും ശരിയാകണം എന്ന അഭിപ്രായം ഉണ്ടായെങ്കിൽ മാത്രമേ അതിനർത്ഥം ഞാൻ ഇവിടെ പറഞ്ഞ ഈ ചെലവഴിച്ച 1 മണിക്കൂർ കൊണ്ട് എന്തെങ്കിലും ഗുണമുള്ളതായിട്ട് എനിക്ക് മനസ്സിലാവുള്ളൂ. അതേപോലെ തന്നെ ഓരോരുത്തരും ഇവിടെ വന്ന് ഓരോ മണിക്കൂർ എല്ലാ ദിവസവും രാവിലെ വന്ന് ചെലവാക്കി പോകുന്നുണ്ട്. പലരും അതിനോട് അഭിപ്രായപ്പെടുന്നതായിട്ട് ഞാൻ കണ്ടിട്ടില്ല. പല ക്ലാസ്സുകളും കേട്ടിട്ടുണ്ട്. ചില ക്ലാസ് എടുക്കാനില്ലെങ്കിൽ ചില പറഞ്ഞ കാര്യങ്ങൾ തന്നെ റിപ്പീറ്റ് ചെയ്ത് പോകുന്നതായിട്ടും മനസ്സിലായിട്ടുണ്ട്. എന്താണെങ്കിലും അഭിപ്രായങ്ങൾ ഉണ്ടാകണം, വിമർശനങ്ങൾ വരണം, ചർച്ചകൾ വരണം. അത് ഈ ഫീൽഡ് എന്നല്ല, ഏത് ഫീൽഡിലും ആ ഒരു സംഘടനയ്ക്ക്, ആ ഒരു സ്ഥാപനത്തിന് വിജയം ഉണ്ടാവുള്ളൂ. അപ്പൊ അഭിപ്രായങ്ങളും വിലയിരുത്തലുകളും എപ്പോഴും നടക്കണം, ചർച്ച നടക്കണം. ഒരാൾ വന്നിരുന്നു ഇങ്ങനെ സംസാരിച്ചങ്ങോട്ട് പോയി, തീർന്നു. പിറ്റേ ദിവസം വേറെ ആളെടുത്ത് സംസാരിച്ച് എല്ലാം കേൾക്കാൻ വേണ്ടി മാത്രം കുറച്ച് പേര് മാറി നിൽക്കുന്ന ഒരു സാഹചര്യമല്ല. എല്ലാവരും സംസാരിക്കുക, അറിയാവുന്ന കാര്യങ്ങൾ സംസാരിക്കുക, അനുഭവങ്ങൾ സംസാരിക്കുക. ഒരാളും മടി കാണിക്കണ്ട. പലർക്കും ഇതാണ് ഫേസ് ടു ഫേസ് സംസാരിക്കാൻ, അല്ലെങ്കിൽ ഒരു മൈക്കിലൂടെ സംസാരിക്കാനൊക്കെ. അതൊക്കെ ചെറിയ ചെറിയ കാര്യങ്ങളാണ്. ഈ എന്താ പേര്, സഭാകമ്പം എന്ന് പറയും, സ്റ്റേജ് ഫിയറിങ്. അതുപോലെ ഇതിപ്പോ ഓൺലൈൻ ആകുമ്പോൾ ഒരു കുഴപ്പമില്ല. കാര്യം നമ്മളോട് തന്നെ സംസാരിക്കണേ, എന്റെ മുഖത്ത് നോക്കി ഞാൻ സംസാരിക്കും. അതൊന്നും അല്ല വിഷയം. ഒരു വിഷയത്തെ കുറിച്ച് നമുക്ക് കുറച്ച് ആഴമായിട്ടൊന്ന് അറിഞ്ഞിരിക്കണം. എന്ത് വിഷയമായിക്കോട്ടെ, ആ വിഷയത്തെ കുറിച്ച് നമ്മൾ ഇപ്പൊ പഠിക്കാൻ ഒരുപാട് സന്ദർഭങ്ങളുണ്ട്. സോഷ്യൽ മീഡിയയിലുണ്ട്, ഇന്റർനെറ്റിൽ നമുക്ക് ജെമിനി ആപ്പ് ഉണ്ട്, ഗൂഗിൾ ഉണ്ട്. എന്തിലെങ്കിലും കയറി കഴിഞ്ഞാൽ നമുക്ക് അറിയേണ്ട കാര്യങ്ങൾ അതിൽ നമുക്ക് കിട്ടും. അത് നമുക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ മാത്രം എടുത്തിട്ട് നമ്മൾ പഠിച്ച് അതിലൊരു ഇതാക്കി വെക്കുക. എന്നിട്ട് അങ്ങോട്ട് പ്രസന്റ് ചെയ്യുക. തോക്കട്ടെ. ഇവിടെ മാർക്കൊന്നും തരുന്ന ആരും ജയിപ്പിക്കാനൊന്നും പാടില്ല. പക്ഷെ ആത്മവിശ്വാസം വർദ്ധിക്കും. നമ്മൾ ഫേസ് ടു ഫേസ് സംസാരിക്കുകയല്ലോ, ഓൺലൈനിൽ മൈക്കിലൂടെയൊക്കെ സംസാരിക്കുമ്പോൾ വിജയിക്കുന്നത് കേൾക്കുന്നവനല്ല, നമ്മൾ തന്നെയാണ്. നമ്മളുടെ കോൺഫിഡൻസ് വർദ്ധിക്കുന്നത്. നമ്മളൊരു വിഷയം, എന്റെ മനസ്സിൽ കിടക്കുന്ന ഒരു വിഷയം മറ്റുള്ളവരുടെ മുമ്പിൽ അവതരിപ്പിക്കാൻ എനിക്കൊരു അവസരം കിട്ടുമ്പോൾ, ഞാനത് അവതരിപ്പിക്കുമ്പോൾ എന്റെ ആത്മവിശ്വാസമാണ് വർദ്ധിക്കുന്നത്. ആദ്യം കേൾക്കുന്നവൻ പിന്നീടാണ്. എന്റെ ആത്മവിശ്വാസം ആ സമയത്ത് വളരെ നിസ്സാരമൊന്നുമല്ല. അപ്പൊ ഞാൻ നിങ്ങളോട് സംസാരിക്കുമ്പോഴും എന്റെ കോൺഫിഡൻസ് ആണ്, എന്റെ ഉള്ളിലുള്ള കാര്യങ്ങൾ നിങ്ങളോട് ഞാൻ പറയുന്നു. എനിക്ക് പറയാനൊരു വേദി തരുന്ന ഈ കമ്പനിയോട് നന്ദിയാണ് പറയുന്നത്.
കാര്യം ഞാനാണ് ഇവിടെ ഡെവലപ്പ് ആകുന്നത്. ആദ്യം ഡെവലപ്പ് ആകുന്നത് ഞാനാണ്. ഞാൻ ഇമ്പ്രൂവ് ആകുന്നു, ഞാൻ പുരോഗമിക്കുന്നത് ഞാനാണ് ഇവിടെ നിങ്ങളെക്കാൾ കൂടുതൽ. കാര്യം ഞാൻ പ്രസന്റ് ചെയ്യുന്നത് കൊണ്ട് മാത്രം. ഈ പ്രസന്റേഷൻ എനിക്കൊരു അനുഭവമായിട്ട് ഇത്തരത്തിൽ എനിക്കൊരു വ്യക്തിയോട് പ്രസന്റ് ചെയ്യാൻ പറ്റും. എന്റെ എക്സ്പീരിയൻസ് അവിടെ നേടുന്നത്. നമ്മൾ ഒരു വ്യക്തിയോട് ഈ രീതിയിൽ ശരിക്കും പൂർണ്ണ 100% ഞാൻ സിൻസിയറായിട്ട് ഇവിടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. ഈ 100%ല് എനിക്ക് മറ്റുള്ള വ്യക്തിയോട് ചെയ്യാൻ അന്ന് എക്സ്പീരിയൻസ് ആണ് ഇത്. ഈ പറയുന്ന നമ്മുടെ ഡെയിലി നടത്തുന്ന ഈ സമയം കൊണ്ട് നമുക്കൊരു എക്സ്പീരിയൻസ് ഉണ്ടാക്കിയെടുക്കാൻ കൂടി ഉദ്ദേശമുണ്ട്. കാര്യങ്ങൾ അറിയാൻ വേണ്ടി മാത്രമല്ല, സംസാരിക്കാനുള്ള എക്സ്പീരിയൻസ്, ഫ്ലുവന്റ് ആയിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കാനുള്ള എക്സ്പീരിയൻസ് ഇവിടെ എടുക്കുക കൂടിയെന്ന് ഈ മോർണിംഗ് വൈബിന് ലക്ഷ്യമുണ്ട്. അതാരും മറന്നു കളയരുത്. അപ്പൊ എല്ലാ അസോസിയേറ്റുകളും വന്നിട്ട് അവരാൽ കഴിയുന്ന കാര്യങ്ങൾ, ചെറിയ കാര്യങ്ങളായിക്കോട്ടെ, സംസാരിക്കണം. നിങ്ങൾ സംസാരിച്ച് നിങ്ങളുടെ സംസാരിക്കാനുള്ള വൈക്ലഭ്യം മാറ്റിയെടുക്കണം. അനുഭവങ്ങൾ കൊണ്ട് പറയുകയാണ്. അപ്പൊ എന്റെ സോഷ്യൽ ഓഡിറ്റിംഗ് എന്ന് വെച്ചാൽ ഇത്രയേ ഉള്ളൂ. നമ്മൾ ഇത്രയും ചെയ്ത പ്രവർത്തികളിൽ നമ്മളുടെ ഭാഗത്തു നിന്ന് ചെറിയ പോരായ്മകൾ ഉണ്ടെങ്കിൽ ആ പോരായ്മകൾ പരിഹരിച്ച് ഊർജ്ജസ്വലതോടെ മുന്നോട്ട് പോകാൻ എല്ലാവർക്കും കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു സാർ, താങ്ക് യു. എന്തായാലും സോഷ്യൽ ഓഡിറ്റിങ്ങിനെ കുറിച്ച് എന്താണെന്ന് നമുക്ക് വളരെ കൃത്യമായിട്ട് തന്നെ സാറ് പറഞ്ഞു തന്നു. ഇത് എനിക്കൊരു പുതിയ അറിവാണ്, അതുപോലെ പലർക്കും പുതിയ അറിവാണെന്ന് തന്നെ ഞാൻ വിശ്വസിക്കുകയാണ്. കാരണം സാറ് ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനായിട്ട് കൂടിയിരിക്കുന്ന ഒരു മേഖലയില് ഡോക്ടേഴ്സായിട്ട് ഒത്തിരി അടുപ്പവും അല്ലെങ്കിൽ അതുമായി സംബന്ധിച്ച് ഒത്തിരി പ്രവർത്തനങ്ങളും നടത്തുന്ന ഒരു വ്യക്തിയാണ്. അപ്പൊ അദ്ദേഹത്തിന് ഒത്തിരി അധികം കാര്യങ്ങൾ സംസാരിക്കാനുണ്ടാവും. തിരിഞ്ഞു നോട്ടം എന്ന് നമ്മൾ ഓരോരുത്തരുടെയും ട്രീ എടുത്ത് നോക്കിയാൽ 200, 250 അതിൽ മേലെ ആൾക്കാർ ഉള്ള ട്രീ ഉണ്ട്. പക്ഷെ അതിൽ എത്ര പേര് നമ്മുടെ കൂടെ അസോസിയേറ്റ് ചെയ്ത് മുന്നോട്ട് പോകുന്നുണ്ടെന്ന് നമ്മളൊന്ന് തിരിഞ്ഞു നോട്ടം നടത്തണം എന്ന് തന്നെയാണ് ഇപ്പൊ എനിക്ക് ഇത് കേട്ടപ്പോ തന്നെ മനസ്സിലായത്. എന്തായാലും നല്ല കഥകളിലൂടെയും കവിതയൊക്കെ ആയിട്ട് സാറ് എല്ലാം പറഞ്ഞു. ഇതൊക്കെ നമ്മൾ സ്കൂളുകളിലൊക്കെ പഠിച്ചിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ്. പക്ഷെ അത് നമ്മൾ സ്കൂളിൽ പഠിച്ചു, പുസ്തകം അടച്ചു വെച്ചു, ഇപ്പൊ എടുക്കുന്നില്ല. അപ്പൊ ഇതുപോലെ കേൾക്കുമ്പോഴാണ് നമ്മൾ അന്നത് കേട്ടതാണല്ലോ അല്ലെങ്കിൽ പഠിച്ചതാണല്ലോ DNA കുറിച്ചും അല്ലെങ്കിൽ ഷുഗർ, ഇൻസുലിൻ ഉൽപ്പാദിപ്പിക്കുന്നതിനെ ഇതെല്ലാം നമ്മൾ പഠിച്ചിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ്. പക്ഷെ അതൊന്നും നമ്മൾ പിന്നെ ഉപയോഗിച്ചിട്ടില്ല. അപ്പൊ ഇതൊക്കെ കേൾക്കുമ്പോ നമുക്ക് അതിനെ കുറിച്ച് കൂടുതൽ നമ്മൾ അന്ന് പഠിച്ചതൊക്കെ പിന്നീട് ഓർമ്മ വരാനുള്ള ഒരു അവസരം കൂടിയാണ്. എന്തായാലും സാറിന് എല്ലാവരുടെയും പേരിൽ ഞാൻ നന്ദി പറയണം. നല്ല ക്ലാസ് തന്നെയായിരുന്നു. കാരണം അത് എല്ലാവരും അഭിപ്രായമായിട്ട് ഇത് രേഖപ്പെടുത്താൻ സുഖമാണ്. നമുക്ക് നേരിട്ട് പറയാൻ പറ്റില്ല. അതുകൊണ്ട് മെസ്സേജുകളിലൂടെ നിങ്ങൾ നമ്മുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താം. ഓക്കെ, ഒരിക്കൽ കൂടി ഞാൻ നന്ദി പറയണം. നമുക്ക് അടുത്ത സെക്ഷൻ മനോജ് സാറ് കൈകാര്യം ചെയ്യുന്നതാണ്. കാരണം എന്നും ഒരു പവർഫുൾ ലീഡറാണ്. നമുക്ക് മോട്ടിവേഷൻ എന്നും രാവിലെ അത് കേട്ടുകൊണ്ടാണ് നമ്മൾ പുറത്തേക്ക് ഇറങ്ങാനുള്ള ഒരു ഊർജവും, അല്ലെങ്കിൽ ഇറങ്ങുമ്പോൾ അത് കേട്ടിട്ട് ഇറങ്ങുമ്പോൾ തന്നെ നമുക്കതൊരു പ്രചോദനം കൂടിയാണ്. അപ്പൊ സാറിനെ വെൽക്കം ചെയ്യാൻ മനോജ് സാർ. ഓക്കെ, താങ്ക് യു സരിത മാഡം, താങ്ക് യു സോ മച്ച്. ഗുഡ് മോർണിംഗ് ലീഡേഴ്സ്. എല്ലാവർക്കും നല്ലൊരു ശുഭദിനം ആശംസിക്കുന്നു, വിജയാശംസകൾ നേരുകയാണ്. ഇന്ന് നമ്മുടെ എല്ലാം പ്രിയങ്കരനായ സെൽവരാജ് സാറാണ് നമ്മളോട് സംബന്ധിച്ചത്. 2ാമത്തെ തവണയാണ് സാറ് വന്നിരിക്കുന്നത്. അടിപൊളി ക്ലാസ് എന്ന് പറഞ്ഞാൽ വേറൊന്നും പറയാനില്ല ഇല്ലേ? കഥയും ശാസ്ത്രവും കവിതയും അറിവും ഒക്കെ നിറഞ്ഞ ഒരു വലിയ വിഭവസമൃദ്ധമായ ഓണസദ്യ കഴിച്ച ഒരു പ്രതീതിയാണ് നമുക്ക് ഈ ക്ലാസ് കഴിഞ്ഞപ്പോൾ കിട്ടിയിരിക്കുന്നത്. സകല തരത്തിലുള്ള അറിവുകൾ ഒരു ഡോക്ടർ സംസാരിക്കുന്നതിനേക്കാൾ വ്യക്തമായിട്ട് അനോട്ടമി സംസാരിക്കാൻ അദ്ദേഹത്തിന് സാധിക്കുന്നുള്ളതാണ്. MBBS ഡോക്ടറെ അടുത്ത് പോയിട്ട് ഇത് പറഞ്ഞാൽ അവർക്ക് പഠിച്ചിട്ടുണ്ടാവും, പക്ഷെ അവരൊന്നത് പ്രാക്ടിക്കലായിട്ട് ഇപ്പൊ ഓർമ്മയുണ്ടാവില്ല ഈ കാര്യങ്ങൾ. നമ്മളും പഠിച്ചിട്ടുണ്ട് സയൻസ്, പക്ഷെ അതൊന്നും പ്രാക്ടിക്കലായിട്ട് ഇതുപോലെ സംസാരിക്കാൻ പറ്റില്ല എന്നുള്ളതാണ് അല്ലെ? അടിപൊളിയായിട്ടുള്ള ഒരു അവതരണമായിരുന്നു. ബിഗ് കൺഗ്രാജുലേഷൻ സെൽവരാജ് സാർ. എന്തായാലും ഞാൻ സന്തോഷിക്കുകയാണ്. 3 മാസം കൂടെ കഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. 3 മാസം കഴിഞ്ഞ് എന്തായാലും സാറ് വയട്ടൂര്യത്തിന്റെ ഒരു കിങ് മേക്കറായിട്ട് ഞങ്ങളുടെ കൂടെ ഉണ്ടാകുന്നതാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഇത്രയും നാളെ ജനസേവനം ചെയ്തുകൊണ്ടിരുന്ന നല്ല കാര്യമാണ്. ഇതും മറ്റൊരു ജനസേവനം തന്നെയാണ്. അവിടെ നമുക്ക് ആളുകളെ പ്രയാസങ്ങളും പ്രശ്നങ്ങളും കേൾക്കാനേ പറ്റുള്ളൂ. പരിഹരിച്ചു കൊടുക്കാനുള്ള ഒരു അവസരം അവിടെ ലിമിറ്റഡ് ആയിരിക്കും. പക്ഷെ വയട്ടൂര്യത്തിലേക്ക് താങ്കൾ വരികയാണെങ്കിൽ അവർക്ക് ആരോഗ്യവും സമ്പത്തും സമൃദ്ധിയും സന്തോഷവും ഐശ്വര്യവും ഒക്കെ താങ്കൾക്ക് വിതരണം ചെയ്യാൻ വേണ്ടി സാധിക്കും. എന്തായാലും 3 മാസം കഴിഞ്ഞ ഉടനെ നമുക്ക് നല്ലൊരു കിങ് മേക്കറെ കിട്ടുമെന്നുള്ള പ്രത്യാശയിലാണ് ഞാൻ. ഓക്കെ, താങ്ക് യു, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സർ, താങ്ക് യു സോ മച്ച്.
അപ്പൊ ഇതുപോലുള്ള അറിവുകളാണ് നമുക്ക് ഓരോ ദിവസവും സുപ്രഭാതങ്ങൾ വളരെ പ്രധാനപ്പെട്ട ജീവിതത്തെ ഏറ്റവും പ്രധാനപ്പെട്ട സമയമാണ് മോർണിംഗ് എന്ന് പറയും. നമ്മൾ ഏറ്റവും ഡിസിഷൻ എടുക്കേണ്ടത് നല്ലൊരു പോസിറ്റീവ് ആയിട്ടിരിക്കുന്ന സമയത്ത് ഇതുപോലുള്ള ക്ലാസ്സുകൾ നമ്മളെ മുന്നോട്ട് നയിക്കാൻ ആവേശവും അറിവും ഒക്കെ നമുക്ക് നൽകുന്നുണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ട് ഓരോരുത്തരും വ്യത്യസ്തമായ രീതിയിൽ ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്ന ആളുകളാണ്. മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അപാരമായ കഴിവുള്ള ഒരു ജീവിയാണ് മനുഷ്യൻ എന്ന് പറയുന്നത്, എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് ആ കഴിവുകൾ നമ്മളിവിടെ ഉപയോഗിക്കുന്നില്ല എന്നാണ് സാറ് പറയുന്നത്. അതാണ് അതുമായിട്ട് ബന്ധപ്പെട്ട് സോഷ്യൽ ഓഡിറ്റിങ്ങിലേക്ക് വരുമ്പോൾ നമ്മളൊരു സിസ്റ്റത്തിലേക്ക് വരികയും ഇത് കാലഘട്ടത്തിന് ആവശ്യമുള്ളതാണ് നമ്മൾ തിരിച്ചറിയും, ഇതിന്റെ മെറാക്കിൾ റിസൾട്ട് എന്താണെന്ന് നമ്മൾ അറിയുകയും ഒക്കെ ചെയ്തിട്ടും ഇപ്പോഴും നമ്മൾ ഉറങ്ങിക്കിടക്കുന്ന ഒരു അവസ്ഥയാണ് ഉള്ളത് എന്നാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത്. ഇതിന്റെ കാരണങ്ങൾ എന്താണ്? സാറ് പറഞ്ഞാൽ നമുക്ക് 200 പേരുണ്ടെങ്കിൽ 5 പേര് പോലും ഇതിനകത്ത് വർക്ക് ചെയ്യാൻ വരില്ല, അല്ലെ 10 പേര് പോലും വർക്ക് ചെയ്യാൻ വരില്ല. അത് നമുക്ക് മാറ്റാൻ വേണ്ടി സാധിക്കണം. അതിന് എന്തൊക്കെ വേണമെന്ന് വെച്ചാൽ അതിന് അറിവുകൾ കൊടുക്കുക എന്നുള്ളതാണ്. ഒന്നാമത് ഈ പ്രൊഡക്റ്റിനെ കുറിച്ചുള്ള നല്ല അറിവുകൾ അവർക്ക് പറഞ്ഞു കൊടുക്കണം. രണ്ടാമത് ഈ ഇൻഡസ്ട്രിയെ കുറിച്ചുള്ള അറിവ് പറഞ്ഞു കൊടുക്കണം. ഇത് തെറ്റിദ്ധരിക്കപ്പെട്ട ഒരു ഇൻഡസ്ട്രിയാണ് ഡയറക്ട് സെല്ലിംഗ്, മൾട്ടി ലെവൽ മാർക്കറ്റിംഗ്, MLM എന്ന് പറഞ്ഞാൽ ഒരു കാലത്ത് ഇവിടെ ചൂഷണം ചെയ്യപ്പെട്ട ആളുകളെ പണം അടിച്ചു മാറ്റി പോയ ഒരു ഇൻഡസ്ട്രിയാണ്. അത് അവരുടെ മനസ്സിലുണ്ട്, അത് അവർക്ക് പെട്ടെന്ന് മാറ്റാൻ പറ്റില്ല. ഇന്ന് കാലം മാറിയപ്പോൾ ഇന്ത്യ ഗവൺമെന്റും സംസ്ഥാന ഗവൺമെന്റും തക്കതായ നിയമം കൊണ്ടുവരികയും ഇല്ലേ. ഒരു കാലത്ത് ഇൻഷുറൻസ് കമ്പനികൾക്ക് ഒരു നിയമം ഉണ്ടായിരുന്നില്ല, ഇപ്പൊ IRDA വന്നു ഇല്ലേ. അതിന്റെ അടിസ്ഥാനത്തിൽ വിദേശ കമ്പനികൾ വരെ ഇവിടെ വന്നിട്ട് കോടാനുകോടി രൂപ കൊയ്ത് കൊണ്ടുപോകുന്നുണ്ട് ഇല്ലേ. അതുപോലെയാണ് ഇവിടെയും. ഇപ്പൊ ഡയറക്ട് സെല്ലിങ്ങിന് ഒരു ചട്ടക്കൂടും നിയമവും ഒക്കെ വന്ന സ്ഥിതിക്ക് സ്ട്രോങ് ആയിട്ട് സാറിവിടെ പറഞ്ഞ കണക്ക് കുട്ടികളുടെ സോഫ്റ്റ്വെയർ നമ്മൾ ഡെവലപ്പ് ചെയ്യുന്നത് ജോലി എന്നുള്ള സോഫ്റ്റ്വെയർ ആണ്. ആ ജോലി എന്നുള്ള സോഫ്റ്റ്വെയറിൽ നിന്നും ബിസിനസ് എന്നുള്ള ഒരു സോഫ്റ്റ്വെയറിലേക്ക് നമുക്ക് മാറ്റാൻ വേണ്ടി സാധിക്കണം. മാറും, ഒരു സംശയം വേണ്ട. ഒരു 4-5 വർഷം കൂടെ കഴിയട്ടെ, ഗവൺമെന്റ് ജോലിക്ക് ആളെ കിട്ടാത്ത ഒരു സാഹചര്യം വരും ഇവിടെ. ഇപ്പൊ ഗവൺമെന്റ് ഉദ്യോഗസ്ഥന്മാർക്കാണ് വില അല്ലെ. കല്യാണം ആലോചിക്കുമ്പോൾ ഗവൺമെന്റ് ഉദ്യോഗസ്ഥനാണോ എന്നാണ് ചോദിക്കുന്നത് എല്ലാവരും. കാരണം എന്തുകൊണ്ടെന്ന് വെച്ചാൽ അതൊരു കംഫർട്ട് സോണാണ്. മാസം ഒരു ശമ്പളം കിട്ടും, പെൻഷനും കിട്ടും. ആ പെൻഷൻ എന്നുള്ള പരിപാടി ഇപ്പൊ പോയി. അപ്പൊ അതുകൊണ്ട് ആ കംഫർട്ട് സോൺ നമ്മൾ പൊട്ടിച്ചങ്ങോട്ട് എറിയണം. കാരണം 30 വർഷം 40 വർഷം 60 വയസ്സ് വരെയൊക്കെ ജോലി ചെയ്തിട്ട് ഇല്ലേ, PSC എഴുതി പോകും നമ്മൾ. അവസാനം PSC കൊണ്ട് തിരിച്ചു വരുന്നത് പറഞ്ഞാൽ അല്ലെ, PSC പാസ്സായിട്ടാണ് നമുക്ക് ജോലി കിട്ടുന്നത്. തിരിച്ചിങ്ങോട്ട് വരുമ്പോൾ വേറൊരു PSC ആയിട്ട് വരുന്നത്, പ്രഷർ, ഷുഗർ, കൊളസ്ട്രോൾ അല്ലെ. ഈ PSC ആയിട്ട് തിരിച്ചു വന്ന് ഒരു വീടും മര്യാദക്ക് വളർന്നിട്ടുണ്ടാവില്ല, കുട്ടികളുടെ പഠിത്തവും തീർന്നിട്ടുണ്ടാവില്ല, മക്കളുടെ കല്യാണവും കഴിഞ്ഞിട്ടുണ്ടാവില്ല, വീണ്ടും വലിയൊരു രോഗിയായിട്ട് മാറുന്നുണ്ട്. അപ്പൊ ഈ സംവിധാനത്തിലൂടെ വരികയാണെങ്കിൽ അവർക്ക് പുതിയ അറിവുകൾ കൊടുക്കുമ്പോൾ ഈ 60 വർഷം അല്ലെങ്കിൽ 60 വയസ്സ് വരെ ഒന്നും ജോലി ചെയ്യണ്ട, 30-ൽ റിട്ടയർ ചെയ്യാം. 30-ൽ നമുക്ക് റിട്ടയർ ചെയ്യാൻ പറ്റുന്ന ഒരു അവസരമാണ് ഡയറക്ട് സെല്ലിംഗ് എന്ന് പറയുന്നത്. ഒരു 25 വയസ്സിൽ തുടങ്ങി 5 വർഷം മതി, 5 വർഷം മതി. വലിയൊരു ടീമിനെ ബിൽഡ് ചെയ്താൽ കോടാനുകോടി രൂപ സമ്പാദിക്കാൻ പറ്റും. ഈ പണം സമ്പാദനം മാത്രമല്ല നമ്മുടെ ജീവിതത്തിലെ സക്സസ് എന്ന് പറയുന്നത്, ആണോ? നമ്മളെ കൂടെ വരുന്ന ആളുകളെയും കൂടി നമുക്ക് ഉയർത്താൻ വേണ്ടി സാധിക്കണം. അതാണ് ഇപ്പൊ ചിറ്റിലപ്പള്ളി ആയാലും, ബീഗാഡ് ആയാലും, നമ്മുടെ യൂസഫ് അലി സാർ ആയാലും, അല്ലെങ്കിൽ നമ്മുടെ കല്യാൺ സിൽസ് ആയാലും, അവർക്ക് കുറച്ചാളുകൾക്ക് തൊഴിൽ കൊടുക്കാനേ പറ്റുള്ളൂ അല്ലെ. എത്ര പേർക്ക് ഒരു മാസം 2 ലക്ഷം 5 ലക്ഷം കൊടുക്കാൻ പറ്റും അവർക്ക്? അവിടെ ഒരു ലിമിറ്റഡ് സാലറി കൊടുക്കും. മാന്യമായ സാലറിയാണ് ഇവരൊക്കെ കൊടുക്കുന്നത്. നല്ല സ്ഥാപനത്തിന്റെ ഉടമകളാണ് അവർ, എനിക്കറിയാം. അപ്പൊ മാന്യമായ സാലറി കൊടുക്കുന്നുണ്ട്, അവർക്ക് ലിമിറ്റ് ഉണ്ട് അവിടെ കൊടുക്കാൻ വേണ്ടിയിട്ട്. പക്ഷേ ഡയറക്ട് സെല്ലിംഗിലേക്ക് ഒരാളെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നതിനേക്കാൾ കൂടുതൽ വരുമാനം നമുക്ക് വാങ്ങിച്ചു കൊടുക്കാൻ പറ്റുന്നതാണ്. അതാണ് നമുക്ക് ഏറ്റവും വലിയ സന്തോഷം എന്ന് പറയുന്നത്. ആയിരക്കണക്കിന് 10,000-കണക്കിന് കുടുംബങ്ങളിലേക്ക് ഒരു എന്താ പറയാ ഒരു അത്താണിയായിട്ട് മാറാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ പ്രവർത്തനത്തിനും ചിന്തകൾക്കും സാധിക്കുന്നുള്ളതാണ്. അത്രയും വലിയ കാര്യം ഒന്നും ആർക്കും ചെയ്യാൻ പറ്റില്ല. അതാണ് ഈ ഇൻഡസ്ട്രിയുടെ പവർ എന്ന് പറയുന്നത്. ഇതെല്ലാം നമ്മൾ കുറച്ചും കൂടി ആളുകളെ ബോധവൽക്കരിക്കേണ്ടതുണ്ട്. പക്ഷേ ഞാൻ പറഞ്ഞില്ല, ഈ സമൂഹത്തിൽ ഇങ്ങനെയുള്ള ഒരു അവസ്ഥാവിശേഷം ഡയറക്ട് സെല്ലിങ്ങിനെ കുറിച്ച് ഉള്ളത് കൊണ്ടാണ് ഇപ്പൊ ഇതിന്റെ കാലഘട്ടത്തിൽ ഇങ്ങനെ പോകുന്നത്. ഇച്ചിരി കൂടെ കഴിയട്ടെ. എന്തായാലും നമ്മുടെ ഗവൺമെന്റ് നമ്മുടെ ഗവൺമെന്റിനെ അനുമോദിച്ചേ പറ്റുള്ളൂ. കാരണം ഇന്ത്യയിൽ തന്നെ ആദ്യമായിട്ടൊരു മോണിറ്ററിംഗ് മെക്കാനിസം കൊണ്ടുവന്നിരിക്കുന്നത് നമ്മുടെ ഈ ഗവൺമെന്റ് ആണ്. കഴിഞ്ഞ ഫെബ്രുവരി 19 ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അത് തിരുവനന്തപുരത്ത് വെച്ച് ഉദ്ഘാടനം ചെയ്തു. ആ ലിസ്റ്റ് വരുമ്പോ ഇവിടെ വേറൊരു വിപ്ലവം നടക്കാൻ വേണ്ടി പോവാ. യഥാർത്ഥത്തിൽ വർക്ക് ചെയ്യാൻ പറ്റുന്ന അംഗീകരിക്കപ്പെട്ട കമ്പനികളുടെ ലിസ്റ്റ് മാത്രമേ ഉണ്ടാവുള്ളൂ. അല്ലാത്ത കമ്പനികളും കൂടെ ഇവിടുന്ന് വാഷ് ഔട്ട് ആവും. ഈ മറവിൽ പല തട്ടിപ്പുകളും ഇപ്പോഴും നടക്കുന്നുണ്ട് ഇല്ലേ. പണം ഇട്ട് പണം കൊടുക്കുന്ന സംവിധാനങ്ങളൊക്കെ ഇപ്പോഴും ഒളിഞ്ഞും തൊളിഞ്ഞൊക്കെ നടക്കുന്നുണ്ട്. അറിഞ്ഞോ അറിയാതെയോ പലരും അതിനകത്ത് ചെന്ന് പെടുന്നുണ്ട്. ചിലപ്പോൾ കഷ്ടപ്പാടും ദാരിദ്ര്യം കൊണ്ടായിരിക്കാം പെട്ടെന്ന് കുറച്ച് കാശ് കിട്ടും. ഡയറക്ട് സെല്ലിംഗ് എന്ന് പറയുന്നത് പെട്ടെന്ന് കാശ് കിട്ടുന്ന ഒരു സംവിധാനമല്ല, നമ്മൾ ആദ്യം മനസ്സിലാക്കണം. ഇതൊരു ബിസിനസ്സാണ്. ബിസിനസ്സിൽ പെട്ടെന്ന് കാശ് കിട്ടില്ല അല്ലെ. ഒരു ബിസിനസ് ഡെവലപ്പ് ചെയ്യണം നമുക്കറിയാം എന്തെല്ലാം പ്രയാസങ്ങൾ ഉണ്ടെന്ന്. അതേ ഒരു പ്രയാസം നമ്മളിവിടെ വരുമ്പോൾ തന്നെ വേണം. നമ്മൾ ആദ്യം തന്നെ ഇത് വേഗം അടിച്ചു മാറ്റാം. ഒരു വർഷം കൊണ്ട് 5 കോടി ഉണ്ടാക്കുക 10 കോടി ഉണ്ടാക്കാന്ന് വെച്ചാൽ ഇതെന്താ, ഇത് ATM മെഷീൻ അല്ല ഈ ഡയറക്ട് സെല്ലിംഗ് എന്ന് പറയുന്നത്.
നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ട കാര്യം ഇത് ഒരു ATM മെഷീൻ അല്ല. ഇത് നമ്മളൊരു ടീമിനെ മെല്ലെ മെല്ലെ ബിൽഡ് ചെയ്ത് കൊണ്ടുവന്ന് അവർക്ക് കോൺഫിഡൻസ് കൊടുത്ത് സാറ് പറഞ്ഞ പോലെ ഇവിടെ ഏറ്റവും തകരാറ് സംഭവിക്കുന്നത് ഇവിടെ ക്ലാസ് റൂം സിസ്റ്റത്തിലുള്ള ട്രെയിനിങ് ഉണ്ട്. ഫീൽഡ് എങ്ങനെ 1-to-1 കൊടുക്കണം അല്ലെ, എങ്ങനെ ടെക്നിക്കൽ ട്രെയിനിങ് കൊടുക്കണം, എങ്ങനെ ഹോം മീറ്റിംഗ് നടത്തണം, ഇതെല്ലാം നമ്മൾ ക്ലാസ്സിൽ പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട്. പക്ഷേ അവരെ നമ്മൾ പഠിപ്പിക്കുന്നില്ല. സാറ് പറയും മനസ്സിലായ. അപ്പൊ ഞാൻ പറയാം എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ നിങ്ങൾ പോണം, അവരുടെ കൂടെ പോണം. പോയി അവിടെ എത്തിയിട്ടാകുമ്പോ സാറിനെയൊക്കെ പരിചയപ്പെടുത്തി കഴിയുമ്പോ അല്ലെ, കൊണ്ടുപോയ ആൾ പരിചയപ്പെടുത്തി, ഇയാൾ ഭയങ്കര പുലിയാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണ്, ഇതിന്റെ വലിയ ഇതാണ്. ഒരു സ്വാഭാവികമായിട്ട് അങ്ങനെ സംസാരിക്കണം. നേരെ കേൾക്കുന്ന ആൾക്കൊരു താല്പര്യം ഉണ്ടാവുള്ളൂ. നല്ലൊരു ഇൻട്രൊഡക്ഷൻ കൊടുക്കണം ആ ലീഡറെ കുറിച്ച്. ആ ഇൻട്രൊഡക്ഷൻ കൊടുത്ത് എല്ലാം കഴിഞ്ഞിട്ടാകുമ്പോ ഈ ലീഡർ പറയാം, ഓക്കെ ഇപ്പൊ നമ്മുടെ കൂടെ വന്ന അസോസിയേറ്റ്സ് ഇപ്പൊ അടിപൊളിയാണ് അല്ലെ, സരിത ഇപ്പൊ നമ്മുടെ MC സരിത അടിപൊളിയാണ്. ഇപ്പൊ 2 മാസമായിട്ട് ഞങ്ങളുടെ കൂടെ വർക്ക് ചെയ്യാൻ തുടങ്ങിയിട്ട് നന്നായിട്ട് പ്രസന്റ് ചെയ്യും. സരിത ഒന്ന് പ്രസന്റ് ചെയ്യും. നമ്മൾ അങ്ങോട്ട് വെച്ചു കൊടുക്കണം അങ്ങോട്ട് അല്ലെ. അപ്പൊ അവിടെ ആകെ ഒരു എങ്കലാപ്പാവും സരിതക്ക് അല്ലെ. സ്വാഭാവികമായിട്ടും പ്രതീക്ഷിക്കാതെയാണ് നമ്മൾ പറയുന്നത്. എന്താ പറയാ, 1-to-1 ആയിട്ട് പറയും. പ്രൊഡക്റ്റിനെ കുറിച്ച് പ്രൊഫൈൽ പറഞ്ഞോളൂ, കമ്പനിയുടെ പ്രൊഡക്റ്റ് പറയും, ഇതൊക്കെ പറയും. അങ്ങനെ നമ്മൾ അവർക്ക് നിർദ്ദേശം കൊടുക്കുക എന്നുള്ളതാണ് ഒരു ലീഡർ ചെയ്യേണ്ടത്. ലീഡേഴ്സിനെ ക്രിയേറ്റ് ചെയ്യണം, എന്നാലേ ടീം വളരുള്ളൂ കേട്ടോ. എപ്പോഴും ഞാൻ വലിയ ലീഡറാണെന്നുള്ള രീതിയിൽ പോയിട്ട് നമ്മുടെ അറിവുകൾ അവിടെ പകർന്നു കൊടുക്കലല്ല ഒരു ലീഡറിന്റെ പണി എന്ന് പറയുന്നത്. ചില ആളുകൾ അങ്ങനെയുണ്ട്, എനിക്ക് ഭയങ്കര അറിവാണ് അതുകൊണ്ട് ഞാൻ തന്നെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുക എന്നുള്ളതല്ല. നമ്മുടെ കൂടെ വന്ന ആളുകളെ കഴിവുള്ളവരാക്കി മാറ്റുക എന്നുള്ളത്. അപ്പൊ അവർക്കൊരു മോട്ടിവേഷൻ കിട്ടും അല്ലെ, അവർക്കൊരു സെൽഫ് കോൺഫിഡൻസ് കിട്ടും അല്ലെ. പുറത്തിറങ്ങിയിട്ടാകുമ്പോൾ ഒരു അടിപൊളിയായിരുന്നുണ്ടാ നീ അവതരിപ്പിച്ച്, സൂപ്പർ, നന്നായിട്ടുണ്ട് എന്ന് പറയാം. ചിലപ്പോൾ തെറ്റുകൾ ഉണ്ടാവും. ആ തെറ്റുകളാണ് ആദ്യം ചൂണ്ടിക്കാട്ടുക ചില ലീഡർമാർ. നീ അങ്ങനെ പറഞ്ഞത് ശരിയായില്ല, ഇങ്ങനെ പറഞ്ഞത് ശരിയായില്ല, അത് പറയാൻ പാടില്ലായിരുന്നു, അതല്ല ആദ്യം ചൂണ്ടിക്കാട്ടുന്നത്. ആദ്യം നല്ലൊരു കൺഗ്രാജുലേഷൻ കൊടുക്കുക എന്നുള്ളതാണ്. അടിപൊളിയായിരുന്നു, സൂപ്പർ ആയിരുന്നു കേട്ടോ. അപ്പൊ അവരുടെ മനസ്സൊന്ന് മാറും അല്ലെ. ഞാൻ കൊള്ളാട്ടാ, നല്ല അവതരണം, എനിക്ക് കഴിവുണ്ട് അല്ലെ. പിന്നെ നീ ആരാ, നീ ഇതിനകത്ത് കോടീശ്വരി ആവുമല്ലോ, ഉറപ്പല്ലേ. ഇതേപോലെ വർക്ക് ചെയ്യുകയാണെങ്കിൽ നിനക്ക് കോടീശ്വരി ആവാൻ പറ്റും, കോടീശ്വരനാവാൻ പറ്റും. ഒരു കോൺഫിഡൻസ് നമുക്ക് ബിൽഡ് ചെയ്യാൻ പറ്റണം അവരുടെ ഇടയിൽ. അതിൽ നിന്ന് അവരുടെ ഉള്ളിൽ നിന്നുണ്ടല്ലോ ഒരു പൊട്ടിത്തെറി ഉണ്ടാവും എന്റെ പൊന്നു സുഹൃത്തെ. അതാണ് ബിസിനസ് ഡെവലപ്മെന്റ്സിന് നമ്മൾ ഉപയോഗിക്കുന്നത്. എന്നിട്ട് തെറ്റുകൾ ഉണ്ടെങ്കിൽ അവസാനം പറയാം, ഇന്ന കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞെങ്കിൽ കുറേ കൂടി നന്നാവുമായിരുന്നു കേട്ടോ, അത് ഇങ്ങനെയാണ് അടുത്ത പ്രാവശ്യം പറയാം. അതെ അങ്ങനെയാണല്ലേ സാറേ, അപ്പൊ അങ്ങനെ പറയാം. അങ്ങനെ നമ്മൾ തെറ്റ് തിരുത്തുന്നത് രണ്ടാമതായിരിക്കണം. ചില ലീഡേഴ്സ് ആദ്യം തന്നെ തെറ്റ് ചൂണ്ടിക്കാട്ടിയിട്ടാണ് വിമർശിക്കുകയാണ് ചെയ്യുക എന്നുള്ളതാണ്. വിമർശിക്കുമ്പോൾ നമ്മൾ ആ മരം ഉണങ്ങിപ്പോകുന്നതിന് തുല്യം, ആസിഡ് ഒഴിക്കുന്നതിന് തുല്യമാണ്. മനസ്സിലായി. നമ്മൾ അവരെ കൺഗ്രാജുലേറ്റ് ചെയ്യുമ്പോൾ നല്ല രാസവളങ്ങൾക്ക് പകരം ജൈവ വളങ്ങളും നല്ല വെള്ളവും ഒക്കെ കൊടുത്ത് ഒരു ചെടിയെ വളർത്തുന്നതിന് തുല്യമാണ് എന്ത്, അവരെ കൺഗ്രാജുലേറ്റ് ചെയ്യാന്ന്. ഇതെല്ലാം നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. നമ്മൾ ഡ്രൈവിംഗ് സ്കൂളിൽ പോയാൽ എങ്ങനെയാണ് ഡ്രൈവിംഗ് പഠിക്കുന്നത് അല്ലെ. ഒരു കാർ ഡ്രൈവ് ചെയ്യാൻ നിങ്ങൾ പഠിക്കാൻ പോയാൽ അതിന്റെ ആശാൻ ഉണ്ടാവും. ആശാൻ ഇത് അതാണ് ഗിയർ, ഇങ്ങനെ ഓടിക്കണം, അങ്ങനെ ഓടിക്കണം, ഇങ്ങോട്ട് തിരിക്കണം, ഇതെല്ലാം പഠിപ്പിച്ചു തരും. ആദ്യം പോക്കലായിട്ട് പറഞ്ഞു തരും അല്ലെ. അത് കഴിഞ്ഞിട്ടോ ആ ഡ്രൈവിംഗ് സീറ്റിൽ ആരെയാ ഇരുത്തുന്നത്? പുള്ളി തന്നെ വണ്ടി ഓടിച്ചു എല്ലാം നമ്മൾ നോക്കി പഠിക്കലാണോ? ആണോ? ചിലപ്പോൾ ഒരു ദിവസമൊക്കെ നമ്മൾ നോക്കി പഠിക്കല്ലേ. രണ്ടാമത്തെ ദിവസം പോയാൽ ചാവി നമ്മുടെ കയ്യിൽ തരും, അവിടെ ഇരിക്കാൻ പറയും, സ്റ്റാർട്ട് ചെയ്യാൻ പറയും അല്ലെ, ആ വണ്ടി എടുക്കാൻ പറയും. ശരിയല്ലേ? അങ്ങനെയല്ലേ നമ്മളെല്ലാം നല്ല ഡ്രൈവറായി മാറിയത് അല്ലെ. ഞാനായിട്ടില്ല കേട്ടാ. അപ്പോ നല്ല ഡ്രൈവറുണ്ട്, അങ്ങനെയല്ലേ സൃഷ്ടിക്കപ്പെടുന്നത്. അതുപോലെ ആയിരിക്കണം നിങ്ങളുടെ ടീമിനെ പഠിപ്പിച്ചെടുത്താൽ മാത്രമേ നടക്കുള്ളൂ. അതാണ് സോഷ്യൽ ഓഡിറ്റിങ്ങിലൂടെ സാർ ഇവിടെ പ്രധാനമായിട്ട് ചൂണ്ടിക്കാട്ടിയ ഒരു കാര്യം എന്ന് പറയുന്നത്. ലീഡേഴ്സിനെ ക്രിയേറ്റ് ചെയ്യാം. നമ്മുടെ ടീമിൽ വന്ന ലീഡേഴ്സിനെ നിങ്ങൾക്ക് ലീഡേഴ്സ് ആക്കി മാറ്റാൻ സാധിക്കണം. എല്ലാവരുടെ അപാരമായ കഴിവാണ്. പക്ഷേ ഒരു ബിലീഫ് സിസ്റ്റമാണ് നമ്മളെ തകർത്ത് കളയുന്നത്. ഇതൊന്നും എനിക്ക് പറ്റൂല, മനസ്സിലായ? അതാണ് എല്ലാവർക്കും. ഇതൊന്നും എനിക്ക് പറ്റൂല, നിങ്ങൾക്ക് പറ്റും, നിങ്ങൾ ഭയങ്കര പുലിയല്ലേ, എനിക്കിത് പറ്റൂല എന്നുള്ളൊരു ബിലീഫ് സിസ്റ്റം അറിഞ്ഞോ അറിയാതെയോ നമ്മുടെ പാരമ്പര്യമായിട്ട് നമ്മുടെ മനസ്സുകളിൽ രേഖപ്പെടുത്തപ്പെട്ടു ഇല്ലേ. കൊക്കിലൊതുങ്ങുന്നതേ കൊത്താവൂ, അത് ചെയ്യാൻ പാടില്ല, ഇത് ചെയ്യാൻ പാടില്ല, ഇങ്ങനെ പല ചില വചനങ്ങളൊക്കെ നമ്മുടെ മനസ്സിൽ അറിഞ്ഞോ അറിയാതെയോ ഫീഡ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി സാധിക്കാത്തത്. ആ ബിലീഫ് സിസ്റ്റം എന്ന് പറയുന്ന ഒരു വലയുണ്ട്, ആ വല പൊട്ടിച്ച് പുറത്തേക്ക് ഇറങ്ങി നമുക്ക് വരാൻ വേണ്ടി സാധിക്കണം. അവിടെ നമുക്ക് നാണം ഉണ്ടാകാൻ വേണ്ടി പാടില്ല, ലജ്ജ തോന്നാൻ വേണ്ടി പാടില്ല, മനസ്സിലായില്ലേ? ഫിയർ, ഭയം ഉണ്ടാകാൻ വേണ്ടി പാടില്ല. ചില ആൾക്ക് ഭയമാ, ഇത് ഞാൻ പറഞ്ഞാൽ ശരിയാവോ അല്ലെ, ഭയം ഉണ്ടാകാൻ വേണ്ടി പാടില്ല. പറഞ്ഞാലേ പഠിക്കാൻ പറ്റുള്ളൂ. അതാണ് ഇവിടെ സാർ സംസാരിക്കാനുള്ള വേദി കിട്ടിയാൽ അവിടെ പോയി സംസാരിക്കണം. ചില ആളുകൾ കാണുന്നില്ല, മൈക്ക് കിട്ടിയാൽ വിടൂല എന്നൊക്കെ പറയില്ലേ നമ്മള് ഇല്ലേ. ചില ആളുകളുണ്ട്. അതുപോലെ നമുക്ക് വേദി കിട്ടുമ്പോൾ നമ്മൾ ഇടിച്ചു കയറണം. ഇടിച്ചു കയറുന്നവന് മാത്രമേ ഇന്ന് രക്ഷയുള്ളൂ. പുറകോട്ട് നിന്നിട്ട് കൈയടിച്ചുകൊണ്ടിരുന്നാൽ എപ്പോഴും കൈയടിക്കലേ പറ്റുള്ളൂ അല്ലേ. ചെലവരാജ് സാർ എങ്ങനെയാണ് കൗൺസിലർ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനൊക്കെ ആയത്? എപ്പോഴും കൈയടിക്കാനും നോട്ടീസ് ഒട്ടിക്കാനും പോയാൽ നടക്കുമോ? ഇല്ല. ഇടിച്ചു കയറേണ്ടടുത്ത് ഇടിച്ചു കയറി, സംസാരിക്കേണ്ടടുത്ത് സംസാരിച്ച് നിൽക്കുന്നവരാണ് ഇല്ലേ ലീഡേഴ്സ് ആയിട്ട് മാറുക എന്നുള്ളതാണ്.
അപ്പൊ അവസരം കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ നിങ്ങളുടെ ലീഡറോട് പറയണം, സാറേ സാർ ഇത് വന്ന ആൾക്കാർ സംസാരിക്കും, സാർ അവിടെ വന്നിരുന്നാൽ മതി, ഞാനാ സംസാരിക്കാൻ പണിക്കൊണ്ട് കേട്ടോ, ഞാൻ ഡെമോ കാണിച്ചു കൊടുത്തോളാം, ഞാൻ ഇതിന്റെ ഇൻകം പ്ലാൻ പ്രസന്റ് ചെയ്തോളാം, പ്രൊഡക്റ്റിനെ കുറിച്ച് പ്രസന്റ് ചെയ്തോളാം, സാർ അവിടെ ഇരുന്നാൽ മതി, ഒരു ബലത്തിന് വേണ്ടി അവിടെ ഇരുന്നാൽ മതി, എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ അവസാനം സാർ ഒന്നത് ക്രോഡീകരിച്ചാൽ മതി എന്ന് ഓരോ ഡിസ്ട്രിബ്യൂട്ടേഴ്സും പറയുന്ന രീതിയിലേക്ക് മാറണം. ലീഡേഴ്സ് നിങ്ങളെ സമ്മതിക്കുന്നില്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? ലീഡേഴ്സിനെ കൊണ്ട് നിങ്ങൾ സമ്മതിപ്പിക്കണം, അവിടെ ഇരുന്നാൽ മതി സാറേ എന്ന് പറഞ്ഞാൽ മതി കേട്ടാ. അങ്ങനെ സ്വയം മാറാൻ വേണ്ടി നമ്മൾ തയ്യാറായാൽ വലിയ വിപ്ലവം നമ്മുടെ ടീമിൽ സൃഷ്ടിക്കാൻ വേണ്ടി സാധിക്കും, വലിയ അച്ചീവേഴ്സിനെ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കും. ഇത് ആനയുടെ കഥ പറഞ്ഞു കളിക്കാം. വലിയ ശക്തിയുള്ള ആന, ലോകത്തിലെ ഏറ്റവും വലിയ ജീവിയാണ് ആന എന്ന് പറയുന്നത്. ആനയെ നമ്മൾ തളച്ചു കയറുന്ന ചെറിയൊരു ചങ്ങല ഇട്ടിട്ടാണ് അല്ലെ. ആ ആന ചെറിയ കുട്ടിയാകുമ്പോൾ അതിനെ കൊണ്ടുവന്നിട്ട് അതിന് 2 അടിയൊക്കെ കൊടുത്ത് അല്ലെ ഒരു ചങ്ങലക്കിട്ട് അവിടെ വെച്ച് കഴിഞ്ഞാൽ അതിന്റെ വിശ്വാസമാണ് ഇത് ചങ്ങല പൊട്ടിക്കാൻ പറ്റില്ല എന്നുള്ളൊരു വിശ്വാസമാണ് അല്ലെ. ആ വിശ്വാസം നമ്മൾ ആനയിൽ വളർത്തിയെടുക്കുന്നതുകൊണ്ടാണ് ആന ചങ്ങല ഇട്ടിട്ട് ഇല്ലേ ഒരു കവുങ്ങിനോ അല്ലെങ്കിൽ ഒരു തെങ്ങിനോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മരത്തിനും മാവിനോ ഒക്കെ കെട്ടി അവിടെ വെച്ചാൽ അതവിടെ നിൽക്കുന്നത്. അതുകൊണ്ട് ആ ഒരു വിശ്വാസം, ഒരു ബിലീഫ് സിസ്റ്റം ആനയിൽ നമ്മൾ സൃഷ്ടിച്ചുകൊണ്ടാണ്. ആനക്ക് ഭ്രാന്തളകി എന്ന് പറയും നമ്മളല്ലേ. ആനക്ക് യഥാർത്ഥത്തിൽ ഭ്രാന്തല്ല, ആന അവന്റെ ശക്തി തിരിച്ചറിയുമ്പോഴാണ് ആ ചങ്ങലയൊക്കെ പൊട്ടിച്ചിട്ട് ഇങ്ങോട്ട് പുറത്തേക്ക് പോകുന്നത്. ശരിയല്ലേ? അവന്റെ ശക്തി തിരിച്ചറിഞ്ഞു. ഇപ്പൊ നമ്മളൊരു ആനക്ക് ഭ്രാന്തളകി, അപ്പൊ അവന്റെ ചട്ടക്കൂടിൽ നിന്ന് അവൻ പുറത്തേക്ക് വന്നു. ഇതുപോലെ ഈ ചട്ടക്കൂട് പൊട്ടിച്ചെറിഞ്ഞ് നിങ്ങൾക്ക് പുറത്തേക്ക് വരാൻ സാധിക്കണം അല്ലേ. അതാണ് ഏറ്റവും പ്രധാനം. അത് നമ്മൾ പരിശോധിക്കണം. നമ്മുടെ ടീമിന്റെ ഗ്രോത്ത് എത്രയുണ്ടെന്ന് പരിശോധിക്കണം. ഈ രീതിയിലൊക്കെയുള്ള ഒരു ഓഡിറ്റിങ് ഓരോ ലീഡേഴ്സും അവരവരുടെ ടീമിൽ നടത്തണം. പുതിയ ആളുകളെ തേടി പോകുന്നതിൽ കുറ്റമില്ല, പക്ഷെ വന്ന ആളുകളെ ഒന്നും കൂടി ചേർത്ത് പിടിക്കുമ്പോൾ കുറെ കാര്യങ്ങളും പഠിക്കുകയും പഠിപ്പിക്കുകയും മനസ്സിലാക്കുകയും റിസൾട്ട് കിട്ടുകയും ചെയ്യുന്ന ആളുകളെ ഒന്നും കൂടി ചേർത്ത് പിടിക്കുമ്പോൾ നമ്മുടെ ടീമിന്റെ ശക്തി എന്ന് പറയുന്നത് അപാരമായിരിക്കുന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. അതുകൊണ്ട് ബിലീഫ് സിസ്റ്റം നമുക്ക് പൊട്ടിച്ചെറിയാൻ വേണ്ടി സാധിക്കണം. കംഫർട്ട് സോൺ പൊട്ടിച്ചെറിയാൻ വേണ്ടി സാധിക്കണം അല്ലേ. ഇപ്പൊ 6 മണിക്ക് നിങ്ങൾക്ക് 5:30 മണിക്ക് എഴുന്നേക്കണം. നമ്മുടെ ഈ മീറ്റിംഗ് തുടങ്ങണം 6 മണിക്ക് കയറിയിരിക്കണം. ഇത് ഞാൻ 6 മണിക്കാകുമ്പോൾ നേരത്തെ 7 മണിക്കായിരുന്നു. 6 മണിക്ക് സാറേ 6 മണിക്കാക്കി ആരും ഉണ്ടാവില്ല എന്ന് പറഞ്ഞു. ഇപ്പൊ ഇഷ്ടംപോലെ ആളുകളുണ്ട്. ഇനിയിപ്പോ പലരും എന്നോട് പറഞ്ഞത് 5 മണിക്കാക്കണം സാറേ, 5 മണി മുതൽ 6 മണി വരെ കയറുന്നവർ മതി എന്നാ പറയണം. എന്നാൽ വേഗം നമുക്ക് ഫീൽഡിലേക്ക് പോകാലോ എന്ന് പറയുന്ന ആളുകളാണ്. അപ്പൊ നമ്മളെ കംഫർട്ട് സോൺ പൊട്ടിച്ചെറിയാൻ വേണ്ടി മഴയായാലും വെയിലായാലും ഇന്ന് ഒരാളെ കാണണമെന്ന് തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ നമുക്കതൊന്നും ഒരു പ്രതിസന്ധിയല്ല. അവിടെ നമ്മൾ എത്തപ്പെടും. അത് പ്രകൃതി നിയമമാണ്. അപ്പൊ കംഫർട്ട് സോൺ പൊട്ടിച്ചെറിയണം. നമുക്ക് ഡൗട്ട് ഉണ്ടാവരുത്. പലർക്കും ഡൗട്ടാ, ഞാൻ പറഞ്ഞാൽ ശരിയാവൂ, ഇത് സയൻസ് ആണോ അല്ലെ. പുതിയ ആളോട് ചോദിക്കും ഇതെന്ത് സയൻസാ ഇത് അല്ലെ. നമ്മളൊരു സംസ്കാരം ഇവിടെ രൂപപ്പെട്ടിട്ടുണ്ട്. രോഗം വന്നാല് ഡോക്ടർ ഇല്ലേ, ഇങ്ങനൊരു സംസ്കാരം നമ്മുടെ മനസ്സിൽ വന്നിട്ടുണ്ട്. ഇപ്പൊ ഡോക്ടർ വേണ്ടെന്നോ ചികിത്സ വേണ്ടെന്നോ അല്ല പറഞ്ഞതിനർത്ഥം. നമ്മൾ രോഗിയാകാതിരിക്കാൻ വേണ്ടിയിട്ട് എന്തൊക്കെ നമുക്ക് സ്വയം ചെയ്യാൻ പറ്റുമെന്ന് നമ്മൾ സമൂഹത്തിനെ പഠിപ്പിക്കുന്ന ഒരു പ്രൊഡക്റ്റാണ് നമ്മുടെ ബയോമാഗ്നറ്റിക് പ്രൊഡക്ട്സുകൾ എന്ന് പറയുന്നത്. അപ്പൊ ആ ഡൗട്ടുകളെല്ലാം നമുക്ക് മാറ്റിയെടുക്കാൻ വേണ്ടി ആദ്യം സാധിക്കണം. ഇതെല്ലാം നമ്മളെ പ്രോഗ്രാമിൽ വന്നു കഴിഞ്ഞാലാണ് ഡൗട്ടുകൾ മാറ്റാൻ വേണ്ടി സാധിക്കുക. ഡൗട്ട് ഉണ്ടാകണം, മനസ്സിലായില്ലേ? ആ ഡൗട്ടുകൾ നമുക്ക് ക്ലിയർ ചെയ്ത് കൊടുക്കാൻ വേണ്ടി സാധിക്കണം. അതുപോലെ ഗിൽറ്റി ഫീലിംഗ് ഉണ്ടാവും ചില ആൾക്ക്, ഞാൻ പറഞ്ഞ ഇത് ശരിയാവൂ അല്ലെ. അതുപോലെ പല കാര്യങ്ങളെ കുറിച്ച് ഇങ്ങനെ ആലോചിച്ച് ടെൻഷൻ അടിച്ച് എപ്പോഴും നമ്മൾ ജീവിക്കുന്നത് പാസ്റ്റിലാണ്. കുറെ കാശ് പോയതും മറ്റതും ഇതും അതും ഇതും ഒക്കെ ഇങ്ങനെ നമ്മൾ പാസ്റ്റ് ഇസ് പാസ്റ്റ്, അത് കഴിഞ്ഞു, ഇനി നമുക്ക് തിരിച്ചെടുക്കാൻ പറ്റുമോ? ഇനിയിപ്പോ സെൽവരാജ് സാറിന് കോളേജിൽ പഠിക്കാൻ പറ്റുമോ? മഹാരാജാസ് കോളേജിൽ പോയിട്ട് പഴയ 18ാമത്തെ വയസ്സിൽ 21ാമത്തെ വയസ്സൊക്കെ അവിടെ പഠിക്കാൻ പറ്റുമോ? ഇപ്പൊ അത് മനസ്സിലൂടെ പഠിക്കാൻ പറ്റുള്ളൂ അല്ലെ. പഠിക്കാം, ഇപ്പൊ MBBSും LLB വേണമെങ്കിൽ എന്തും പഠിക്കാം, നമ്മൾ പ്രായമൊന്നും വിഷയമല്ല. പക്ഷേ പണ്ട് മഹാരാജാസ് കോളേജിൽ പഠിച്ച 18ാമത്തെ 20ാമത്തെ 21ാമത്തെ ഒരു കോളേജ് കുമാരനായിട്ട് ഇപ്പൊ പഠിക്കാൻ പറ്റുമോ? അതിനെക്കുറിച്ച് ഇപ്പൊ ചിന്തിച്ചിരുന്ന കാര്യം അല്ലെ. നമുക്ക് കുറെ നഷ്ടങ്ങൾ ജീവിതത്തിൽ വന്നിട്ടുണ്ടാവും, എല്ലാം നഷ്ടപ്പെട്ടവരുണ്ട്. നമ്മുടെ ചില തീരുമാനങ്ങളാണ് നമ്മളെ നഷ്ടത്തിലേക്കും വിജയത്തിലേക്ക് എത്തിക്കുക. അതിനെക്കുറിച്ച് പാസ്റ്റ് ഇസ് പാസ്റ്റ്, അതിനെക്കുറിച്ച് വേവലാതിപ്പെട്ട് കുറ്റം പറഞ്ഞ് അതൊക്കെ വിട്ടുകളെ. നമ്മൾ ജീവിക്കുന്നത് എന്താണ്? ഫ്യൂച്ചറിലേക്ക് വേണ്ടിയാണ് അല്ലെ. ഫ്യൂച്ചർ, നാളത്തെ കുറിച്ച് നമ്മൾ ചിന്തിച്ചുകൊണ്ട് ജീവിക്കുക. നാളത്തെ കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ ഇന്ന് ജീവിക്കാൻ പറ്റണം നമുക്ക്. അതാണ്, നമ്മൾ നാളത്തെ കുറിച്ച് ചിന്തിച്ച് ഇന്ന് ജീവിക്കൂല. കാരണം എല്ലാം നാളത്തേക്ക് കൂട്ടി വെച്ചിട്ട് മര്യാദക്ക് ഭക്ഷണം കഴിക്കാത്ത ആളുകളുണ്ട്. നമുക്ക് ആവശ്യമുള്ള ആരോഗ്യകരമായ ഭക്ഷണം നിങ്ങൾ കഴിക്കണം. നല്ല വസ്ത്രം വാങ്ങണം. വസ്ത്രങ്ങളൊക്കെ വാങ്ങിയിട്ട് സാരിയൊക്കെ വാങ്ങിയിട്ട് അലമാരിയിൽ ഇങ്ങനെ അടുക്കി വെക്കും, ഉപയോഗിക്കില്ല. അത് പിന്നെ അവിടെ പോകുമ്പോ ഉപയോഗിക്കാം അല്ലെ, ഇവിടെ പോകുമ്പോ ഉപയോഗിക്കാം അല്ലേ. ശരിയല്ലേ? നമ്മൾ വാങ്ങിച്ച് ഇന്ന് ഉപയോഗിക്കാനുള്ളതാണ്, നാളത്തേക്ക് വേറെ വാങ്ങാലോ നമുക്ക്. സ്ത്രീകളെയൊക്കെ നോക്കിക്കഴിഞ്ഞാൽ പോലെ സാരിയൊക്കെ ഇങ്ങനെ അടുക്കി വെച്ചിട്ടുണ്ട്, അത് ഞാൻ അവിടെ പോകുമ്പോൾ ഉപയോഗിക്കും, ഇവിടെ പോകുമ്പോൾ ഉപയോഗിക്കാന്ന് പറയും. അപ്പൊ നമ്മൾ പ്രസന്റ്, ഇന്നാണ് നമ്മുടെ ലൈഫ് എന്ന് പറയുന്നത്. ഇന്ന് എൻജോയ് ചെയ്യാന്നുള്ളതാണ്. അപ്പോ ഞാൻ നിർത്തുകയാണ്. ഞാനിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും, അതിന്റെ ഒരു ഒരു ബലഹീനതയാണ്. അതുപോലെ ഓവർ തിങ്കിങ്, ഇങ്ങനെ കണക്കൂട്ടിയിട്ട് അത് നടക്കൂല, ഇത് നടക്കൂല, ഒന്നും നടക്കൂല. ഞാൻ 10 പേരെ കണ്ടു, 10 പേരും വേണ്ടാന്ന് പറഞ്ഞു.
അതുകൊണ്ട് ഇത് നടക്കുന്ന പരിപാടിയല്ല. വേറെ എവിടെയെങ്കിലും ജോലി ഉണ്ടെങ്കിൽ ഒന്ന് പറയും ഇല്ലേ? കുറച്ച് ദിവസമൊക്കെ ചെയ്തു കഴിയുമ്പോൾ ഇങ്ങനെ ചിന്തിക്കുന്ന ആളുകളുണ്ട്, ഒന്നും നടക്കൂല. എല്ലാം നടക്കുന്നു. നമ്മൾ വിചാരിച്ച നടക്കാത്തൊന്നുമില്ല, നമ്മൾ ഉദ്ദേശിച്ച നടക്കാത്ത ഒരു ഒന്നുമില്ല. മനുഷ്യൻ വിചാരിച്ച നടക്കാത്ത ഒരു സംഭവമില്ല. ഉണ്ടോ? ഒരു സംഭവമില്ല. എല്ലാം നടത്താൻ വേണ്ടി നമ്മുടെ മനസ്സാണ് ഏറ്റവും പ്രധാനം എന്ന് പറയുന്നത്. മനസ്സാണ് നമ്മൾ നിയന്ത്രിക്കുന്നത് എന്നുള്ളതാണ്. ആ മനസ്സിന് നമുക്ക് ശക്തി കൊടുക്കണം. മൈൻഡ് ഉണ്ടല്ലോ, നമ്മുടെ ബ്രെയിനിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റണം? സ്റ്റിമുലേറ്റ് ചെയ്യാൻ പറ്റണം, ആക്ടിവേറ്റ് ചെയ്യാൻ പറ്റണം. എന്ത് പ്രയാസം പ്രശ്നങ്ങൾ വന്നാലും ഞാൻ മുന്നോട്ട് തന്നെ പോകും. എന്നെ തകർക്കാൻ ഒരു ശക്തിക്കും സാധിക്കില്ല. എന്നെ തകർക്കാൻ എനിക്ക് മാത്രമേ സാധിക്കുള്ളൂ എന്നുള്ള ഒരു ആത്മവിശ്വാസത്തോടെ നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ സാധിക്കണം എന്റെ പൊന്നു സുഹൃത്ത്. ആര് എതിർത്താലും വേണ്ടില്ല. നമ്മൾ സയൻസാ പറയുന്നത്. ഏറ്റവും വലിയ സുഹൃത്തുക്കൾ എതിർത്താലും വേണ്ടില്ല, എത്ര വലിയ അറിവുള്ളവരെ എതിർത്താലും, ഇത് പ്രൂവൺ സയൻസ് ആണ് നമ്മളെ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത്. ഇതിന്റെ ഇൻകം പ്ലാൻ അതിനേക്കാളും സൂപ്പർ ഇല്ലേ? അതേപോലെ തന്നെ ഗിന്നസ് ബുക്ക് ഓഫ് വേൾഡ് റെക്കോർഡിൽ അവാർഡ് കിട്ടിയ ഒരു കമ്പനി എന്ന് പറയുമ്പോൾ നിസ്സാരമാണോ? ആണോ? ഈ ഒറ്റ സർട്ടിഫിക്കറ്റ് കാണിച്ചു കൊടുത്താൽ മതിയല്ലോ നിങ്ങൾക്ക് ഇത് മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട്. അതുകൊണ്ട് നമ്മളെ മൈൻഡ് പവർ നമുക്ക് വർദ്ധിപ്പിക്കാൻ വേണ്ടി സാധിക്കണം. 10 പേര് പറയുമ്പോൾ അങ്ങനെയാണല്ലേ, അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ നിലപാട് മാറ്റാൻ വേണ്ടി പാടില്ല. അതാണ് പലരും നിലപാട് മറ്റുള്ളവർക്ക് വിട്ടുകൊടുക്കുകയാണ്. അവിടെയാണ് നമ്മൾ പരാജയം എന്ന് പറയുന്നത്. നിങ്ങൾക്ക് ഒരു നിലപാടുണ്ടാകണം. നിലപാടുണ്ടെങ്കിൽ നിങ്ങൾക്ക് നോളജ് ഉണ്ടാവണം. നിങ്ങൾക്ക് നോളജ് ഉണ്ടായാലും മാത്രമേ നിലപാടെടുക്കാൻ വേണ്ടി സാധിക്കും. അതിനാണ് ഈ പ്രോഗ്രാംസ് നമ്മൾ ഇങ്ങനെ കണ്ടക്ട് ചെയ്യുന്നത്. ഇപ്പൊ നല്ലൊരു നോളജ് ഉണ്ടാകുന്ന ഒരു മനുഷ്യനാണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടേതായ നിലപാടുണ്ടാവും, ചിന്താഗതികൾ ഉണ്ടാവും. അതിനനുസരിച്ച് പോകണം. മനസ്സിലായില്ല? അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു ട്രെയിനിങ് ആണ് നാളെ കണ്ണൂർ നടക്കാൻ വേണ്ടി പോകുന്നത്. ന്യൂറോ സയൻസ്. ഞാൻ ഇന്നലെ പറഞ്ഞ പോലെ നമ്മുടെ വീടുകളിലേക്ക് എല്ലാവർക്കും ഒരു വഴി തെളിച്ചിട്ടുണ്ടാവും വരാൻ വേണ്ടിയിട്ട് അല്ലെ? എല്ലാവരുടെ വീട്ടിലേക്കും വഴിയുണ്ട്. അതുപോലെ തന്നെ സക്സസിലേക്ക് നമ്മുടെ ബ്രെയിനകത്ത് നിന്ന് ഒരു പാത്ത് ക്രിയേറ്റ് ചെയ്യണം. മനസ്സിലായ? ഈ ബ്രെയിൻ എപ്പോഴും മടിയനാണ്. ഏറ്റവും വലിയ മടിയാണ് ബ്രെയിൻ. ഇന്ന് ചെയ്യേണ്ടത് നാളെ ചെയ്യാൻ നാളെ പോവാം അല്ലെ? നിങ്ങൾ അലാം വെച്ചിട്ട് 5 മണിക്ക് എഴുന്നേക്കാൻ വിചാരിച്ചാൽ പോലും നിങ്ങൾ എന്താവും? 5 മിനിറ്റും കൂടെ കിടന്നിട്ട് എഴുന്നേൽ. അപ്പൊ ആരെങ്കിലും അലാം വെച്ച ഉടനെ എഴുന്നേറ്റ ചരിത്രമുണ്ടോ? ഒരാൾ എഴുന്നേക്കൂല അല്ലെ? ഒരു 10 മിനിറ്റും കൂടി കിടക്കാം എന്ന് വെച്ചിട്ട് അവിടെ തിരിഞ്ഞ് കിടക്കും, തിരിഞ്ഞ് അങ്ങോട്ട് കിടക്കും ഇല്ലേ? ഏറ്റവും വലിയ മടിയനാണ് ഈ ബ്രെയിൻ എന്ന് പറയുന്നത്. ഈ ബ്രെയിന് പണി കൊടുത്താലേ നമുക്ക് രക്ഷപ്പെടാൻ പറ്റുള്ളൂ. അതുകൊണ്ട് കംഫർട്ട് സോണാണ് നമുക്ക് എപ്പോഴും ഇഷ്ടം. അതുകൊണ്ട് ന്യൂറോ സയൻസ് അനുസരിച്ചിട്ട് എങ്ങനെ നമുക്ക് സക്സസിലേക്കുള്ള പാത്വേ, മനസ്സിലായ? സക്സസിലേക്ക് ഒരു വഴിയുണ്ട്. തിരുവനന്തപുരത്തേക്ക് സെക്രട്ടേറിയറ്റിലേക്ക് പോകാൻ ഒരു വഴിയുണ്ട് ഇല്ലേ? എല്ലായിടത്തേക്കും ഒരു വഴിയുണ്ട് പോകാൻ വേണ്ടിയിട്ട്. നമ്മൾ സക്സസിലേക്ക് പോകാനുള്ള വഴി ഈ ബ്രെയിനിലൂടെ എങ്ങനെ സൃഷ്ടിക്കാൻ പറ്റും? ബ്രെയിനാണ് നമ്മളെല്ലാം നയിക്കുന്നത് പറഞ്ഞു. ആ ബ്രെയിനിന്റെ ന്യൂറോ സയൻസിലൂടെ നമുക്ക് സക്സസിലേക്കുള്ള പാത്വേ വളരെ ഒരു ഹൈവേ രീതിയിൽ അങ്ങ് വെട്ടാൻ പറ്റുമെങ്കിൽ നിങ്ങൾക്ക് ഫാസ്റ്റ് ആയിട്ട് സക്സസിലേക്ക് എത്താൻ വേണ്ടി സാധിക്കും. അത് എങ്ങനെ ചെയ്യും? എന്തെല്ലാം നമ്മളെ ലൈഫിൽ ചേഞ്ചസ് വരുത്തിയാൽ നിങ്ങൾക്ക് സക്സസിലേക്ക് എത്താൻ വേണ്ടി സാധിക്കുന്നുള്ള ഒരു ന്യൂറോ സയൻസുമായി ബന്ധപ്പെട്ട് തികച്ചും ശാസ്ത്രീയമായ ഒരു ട്രെയിനിങ് ആണ് നാളെ കണ്ണൂർ വെച്ച് നടക്കുന്നത്. അതുകൊണ്ട് എല്ലാവരും ആ പ്രോഗ്രാമിൽ പങ്കെടുക്കുക. രാവിലെ 9:30 മണിക്ക് പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യും. 2 മണി വരെ ഉള്ളൂ. 350 റുപ്പീസാണ് അതിന്റെ എൻട്രി ഫീ. 3500 കൊടുത്താലും നടത്താൻ പറ്റാത്ത ഒരു പ്രോഗ്രാമാണ് ഇത് ചെയ്യുന്നത്. അടിപൊളി ക്ലാസ് ആയിരിക്കും, ഒരു സംശയം വേണ്ട. അതിന്റെ ആദ്യ ബാച്ചിൽ ഞാൻ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു. അത് ഫസ്റ്റ് ലെവലാണ് നടക്കുന്നത്. അതിന്റെ സെക്കൻഡ് ലെവലും 3rd ലെവലൊക്കെ ഉണ്ടാവും. നല്ല രീതിയിൽ നമുക്ക് ജീവിതത്തിൽ വയട്ടോറിയതല്ല, ജീവിതത്തിൽ സക്സസ് ആവാൻ വേണ്ടി പറ്റുന്ന ഒരു പ്രോഗ്രാമാണ്. എല്ലാവരും അതിന്റെ ആവേശവും സ്പിരിറ്റും മനസ്സിലാക്കിക്കൊണ്ട് നിങ്ങളുടെ ടീമായിട്ട് ഫാമിലി ആയിട്ട് വരുന്നവർക്കും പറയാം കേട്ടോ. ഹസ്ബൻഡ് ആൻഡ് വൈഫ് വരെ ജീവിതത്തിൽ എങ്ങനെ നിങ്ങൾക്ക് വിജയിക്കാന്നുള്ള ഒരു ക്ലാസ്സാണ് കൊടുക്കുന്നത്. വയട്ടോറിയായിട്ട് യാതൊരു ബന്ധമില്ല. അപ്പൊ അവിടെ വരിക, ആ ട്രെയിനിങ് പ്രോഗ്രാം നന്നായിട്ട് ഉപയോഗിക്കുക. നമ്മുടെ രമേശൻ സാറാണ് പ്രോഗ്രാം കൈകാര്യം ചെയ്യുന്നത്. അദ്ദേഹത്തെ കുറിച്ച് പറഞ്ഞ നിരവധി പറയാനുണ്ട്. അദ്ദേഹം ഒരു ഗവൺമെന്റ് സ്കൂളിലെ ഹെഡ് മാസ്റ്ററായിട്ട് ഇപ്പം പ്രവർത്തിക്കുകയാണ്. നിരവധി മേഖലകളിൽ അദ്ദേഹം വ്യക്തിത്വം തെളിയിച്ചിട്ടുണ്ട്. ട്രെയിനിങ് മേഖലകളിൽ തെളിയിച്ചിട്ടൊക്കെ നമുക്ക് അവിടെ നാളെ മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. ആളുകളും എവിടുന്നൊക്കെ എത്താൻ പറ്റുമോ വെച്ചാൽ അവരൊക്കെ അവിടെ എത്തുക. ഇന്നത്തെ പ്രോഗ്രാം എല്ലാവർക്കും ഒരിക്കൽ കൂടി എന്തായാലും 3 മാസം കഴിഞ്ഞാൽ സജീവമായിട്ട് നമ്മുടെ കൂടെ ഉണ്ടാകുന്ന ഒരു കോടീശ്വര പദവിയിലേക്ക് എത്താൻ വേണ്ടി പോകുന്ന ഒരു ഗ്രേറ്റ് ലീഡർ തന്നെയാണ് താങ്കൾ. എനിക്ക് കുറച്ച് വിശ്വാസമുണ്ട്. മാഡത്തിന് എനിക്ക് പരിചയമുണ്ട്. വളരെ ആക്റ്റീവാണ് മാഡം. അപ്പോൾ 2 പേരും കൂടി സജീവമായിട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ നല്ലൊരു മാറ്റം നമുക്ക് എറണാകുളം ജില്ലയിൽ സൃഷ്ടിക്കാൻ വേണ്ടി സാധിക്കും. അതുകൊണ്ട് എല്ലാവർക്കും ഇന്നത്തെ ഈ പ്രോഗ്രാം ആവേശവും അറിവും നൽകിയെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതുകൊണ്ട് കൂടുതൽ ആളുകളിലേക്ക് നമ്മുടെ ഈ സന്ദേശം എത്തിക്കാനുള്ള ഒരു ഊർജ്ജവും ശക്തിയും മനസ്സും നിങ്ങൾക്ക് ഈശ്വരൻ പ്രദാനം ചെയ്യട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട്, തോറ്റില്ല അല്ലെ, തോൽക്കില്ല, നമ്മൾ ഒരിക്കലും തോറ്റു കൊടുക്കാനും പോകുന്നില്ല എന്ന ആർജവത്തോടു കൂടിയിട്ട് നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തട്ടെ. താങ്ക് യു വെരി മച്ച്. ജയ് ഈ ബേട്ടോറി.